കേൾക്കേണ്ടത് തന്നെയാണ്. ഇനി മുസന്നിഫ് റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്നു, അമ്മാ ബഅദു, അതൊന്നും അർത്ഥം വെക്കണ്ട. അശ്റഖല്ലാഹു ഖൽബി വ ഖൽബക ബി അൻവാരിൽ യഖീൻ. എൻ്റെ കൽബും നിങ്ങളുടെ കൽബും യഖീനിൻ്റെ അൻവാർ കൊണ്ട് അല്ലാഹു തആല പ്രകാശിപ്പിക്കട്ടെ എന്ന ആദ്യ ദുആയാണ്. രണ്ടാമത്തെ ദുആ എന്താ? വലതഫലി വലക, നിനക്കും എനിക്കും അല്ലാഹു തആല ലത്ഫ് ചെയ്യട്ടെ. ബിമാ ലതഫ ബിഹി ലിഔലിയാഇൽ മുത്തഖീൻ, ഔലിയാക്കന്മാരായ മുത്തഖീങ്ങളായ മഹാന്മാർക്ക് എന്തെല്ലാം ലത്ഫ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നമുക്കും നീക്കും തരട്ടെ. അപ്പം ലി ഔലിയാഇഹിൻ്റെ അവിടെ ശാരിഹ പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും ലത്തഫാക്ക് ശേഷം എന്താക്കും? ലാമ് കൊണ്ട് കഴിയും. ഇദാ ലതഫ്ത ബിഹി ലി അഹദിൻ മിൻ ഖൽഖിക, നമ്മൾ ദുആയിലുണ്ടല്ലോ. ഇനി ഔലിയാക്കളുടെ മഹത്വ പറയുന്നു. അല്ലദീന ശറഫഹുമുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തശ്രീഫാക്കിയിട്ടുണ്ട്. ബിനുസുലി ഖുദ്സിഹി, അത് സ്വർഗീയമായ ഭക്ഷണം കൊണ്ട് എന്നാണ് പറയുന്നത്. നുസുല് എന്ന് പറഞ്ഞാൽ ഒരു വിരുന്നുകാരൻ പരിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവരവർക്ക് വേണ്ടുന്ന കാര്യമെല്ലാം എന്താക്കി? മുൻപിരുന്നാക്കി. അപ്പം പഞ്ചസാര വേണ്ടുന്നാക്ക് പഞ്ചസാരിയാക്കും, മറ്റേതാക്കും, ബന്ധച്ചോറ് കൊണ്ടുവന്നാക്ക് ബന്ധിട്ട് വെക്കും. അങ്ങനെയല്ല അതാ കാലയെ കൂട്ടിയിട്ടുണ്ടാക്കി ഒരുക്കുന്നത്. അപ്പം ആ പരിശുദ്ധമായ നുസുല് കൊണ്ട്, അപ്പോൾ ഇതാണ് സ്വർഗീയമായ ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ല, നുസുല് എന്ന് പറഞ്ഞാൽ സ്വർഗം കൊണ്ട് തന്നെ പറയുന്ന കാനത്തുലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാൻ. അപ്പോൾ അവിടെ ഭക്ഷണമല്ല, ജന്നാത്തുൽ ഫിർദൗസ് ആണല്ലോ കൊടുത്തത്. വലക്കും ഫിഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫിഹാ മാ തദ്ഉന നുസുലൻ മിൻ ഗഫൂരിർ റഹീം. അപ്പോൾ ആ ഖുദ്സ് എന്ന പരിശുദ്ധതയിലേക്ക് ഇളാഫത്താക്കി ഖുദ്സ്. അപ്പം സ്വർഗീയമായ ഭക്ഷണം, ഹലാല്, തയ്യിബ്, മുബാറക്ക് എല്ലാ ഉസാഫും കൂട്ടുമ്പം അപ്പം നുസുലുകൊണ്ട് ഭക്ഷണം മാത്രം ആക്കണ്ട. എന്തുണ്ട്? വലക്കും ഫിഹാ മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങളെ നഫ്സ് ആഗ്രഹിക്കുന്ന എല്ലാം ഉണ്ട് നുസുലൻ എന്നല്ലേ. അപ്പം ഭക്ഷണം കൊണ്ട് തസീസാക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഇനിയോ ഔഹശഹും, ഈ ഔലിയാക്കളെ വഹശത്തിലാക്കി. ബി ഉൻസിഹി, എൻ്റെ ബാക്കി അതാ കാഫ്യപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിച്ചിട്ടാണ്. അള്ളാഹുവിൻ്റെ ഉൻസ് കൊണ്ട് മിനൽ ഖലീഖ, പടപ്പുകട വേണ്ട. പടപ്പുകളെ കൊണ്ട് ഉൻസില്ല. അപ്പം ഉൻസേതാണ് മഹബത്തിൻ്റെ ലാസ്റ്റ് ഉണ്ടാവില്ല. വഹസ്സഹും മിൻ മഅരിഫ, അതാദ്യം നിന്നുണ്ടാകും, ഇഷ്ടപ്പെടും, എന്നിട്ട് ഷൗക്ക് വെക്കും. ഷൗക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉത്സാഹിക്കും. ഒരു കുട്ടി കളിക്കോപ്പിലേക്ക് ആഗ്രഹിച്ചു, കളിക്കോപ്പിനെ മഹബത്താണ്. നിൽക്കുന്നു വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ എന്തായി? ഇപ്പം ഇന്ന് വാങ്ങും, നാളെ വാങ്ങും എന്ന് പറഞ്ഞിട്ട് എന്താക്കി? ഷൗക്ക് വെച്ച്. ഷൗക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താക്കും? അതുകൊണ്ട് കളിക്കൽ തന്നെ ഉൻസ്. പിന്നെ തിന്നാനും നേരെയില്ല, പഠിക്കാനും നേരെയില്ല, കുടിക്കാനും നേരെയില്ല. മുൻസന്നെ ഉറങ്ങാൻ കിടക്കുമ്പോണ്ടാകും പിടിച്ച് നിൽക്കുന്നത്. വഹസ്സഹും, അവരെ അല്ലാഹു തആല പ്രത്യേകമാക്കിയിരിക്കുന്നു. മിൻ മഅരിഫത്തിഹി, അതിനപ്പുറം അതിൻ്റെ ഹസ്സാൻ്റെ ബാക്കി പറയുന്നതാ ബിമാ മലഅ ഖുലൂബഹും ഹബ്റതൻ എന്ന്. ഹസ്സാക്ക് ശേഷം പറഞ്ഞല്ലോ ബാ കിടക്കുന്നു. അപ്പം മഖ്സൂറൻ അലൈഹി ഹസ്സഹും, അവരെ കൽബിനെ എന്താക്കി? സന്തോഷാധിക്യത്താൽ നിറക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ ശുഹൂദിൻ്റെ ഒരു നുഖത്തെ തുറന്നാൽ ഇനി ലോകം മുഴുവൻ ഉണ്ടായാലും അതിനോട് തുല്യമാവില്ല. അത് ഏതിലുണ്ട്? യാഫിയിലുണ്ട്. ഷുഹൂദ് പറ്റ തുറക്കണ്ട. ഒരു സൂര്യൻ്റെ ഹോട്ടലിങ്ങനെ തുറന്ന് ഷുഹൂദ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഷുഹൂദിൻ്റെ മുമ്പിൽ ലോകത്തിലുള്ള സുഖങ്ങളോ ദുഃഖങ്ങളോ ഒന്നുമല്ല. അതാണ് ഹബ്റ, സന്തോഷം. ഫീ റളാത്തിൽ ജന്നാത്തി യുഹ്ബറൂൻ എന്നുണ്ടല്ല. അപ്പം അവരുടെ കൽബിനെ നിറക്കുന്ന ഒന്നുകൊണ്ട്. എന്തിനാൽ? ഈ മാ മലആന്റെ ബയാന് മുഖദ്ദമാണ് മിൻ മഅരിഫത്തിഹി. ഒന്ന് മഅരിഫത്തിനാൽ, രണ്ട് മുശാഹദത്തി അജായിബി മലക്കൂത്തിഹി, അള്ളാഹുവിൻ്റെ മലക്കൂത്തിൻ്റെ അജായിബുകളെ മുശാഹദ ചെയ്യലുവാനും, വാസാരി ഖുദ്റത്തിഹി, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ ആസാറിൻ്റെ അജായിബുണ്ടല്ലോ. അപ്പം എന്താകും? മിൻ മഅരിഫത്ത്
അള്ളാഹുവിൻ്റെ മാരിഫത്തായി. അതിൻ്റെ പടി ഏറിയാൽ എന്തായി? മുഷാഹദയായി. ആസാറു കുദ്റത്തും അജായിബ് മലക്കൂത്തും എന്നാണ്. ആസാറു കുദ്റത്ത് അമ്മൻ, അത് മലക്കൂത്തിൽ തന്നെ പോകണമെന്നില്ല, മുൽക്കിലും ആവാം. ഈ ബാഹ്യലോകത്തിലല്ലേ മുൽക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറമുള്ള വലിയ ഗൈബിയായ മേഖലകളാണല്ലോ മലക്കൂത്ത്. അപ്പൊ അജായിബ് മലക്കൂത്ത് എന്നുള്ളത് എന്താണ്? ഖാസാണ്. വാസാരി കുദ്റത്തിഹി എന്നുള്ളത് ആമ്മാണ്. അപ്പം അവർക്ക് മാരിഫത്തും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടെന്തായി? അവരുടെ കൽബങ്ങ് സന്തോഷാധിക്യത്താൽ നിറഞ്ഞുപോയി. ഔലിയാക്കളെ പറ്റി രണ്ടാമത്തെ ജുംല. ഇനി 3, അവർ അഖിലുകളെ അമ്പരപ്പിലാക്കി. എന്തിനാൽ? ഹൈറത്തൻ, ബേജാറിനാൽ, ഒന്നും പിടുത്തം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? മിൻ അളമത്തിഹി, അള്ളാഹുവിൻ്റെ അളമത്ത് ചിന്തിച്ചാൽ എവിടെ കിട്ടുക? ആകെ ബേജാറായി, ഒരു കരക്കെടുക്കാൻ കഴിയൂല. എന്നിട്ടോ ഫജഅലൂ ഹമ്മഹും, അവരുടെ ഹമ്മ്, അവരുടെ മനസ്സിൻ്റെ ആകെയുള്ള ഉദ്ദേശത്തിനല്ലേ ഹമ്മ് എന്ന് പറയുന്നത്. വാഹിദൻ, ഒറ്റ ഹമ്മാണ്. എന്തുണ്ട്? അള്ളാഹിനെ കിട്ടല് മാത്രം, ബാക്കിയൊന്നും. ബിഹി, അള്ളാഹുവിനെ കൊണ്ട് മാത്രം എന്തായി? ഹമ്മ് വാഹിദായി. അപ്പോൾ വലം യറൗ ഫിദ്ദാറൈനി ഗൈറഹു, ഇരു വീട്ടിലും അള്ളാഹു അല്ലാത്ത ഗൈർ അവർക്ക് കാണേ വേണ്ട. എവിടെ പോയാലും അള്ളാഹു. അതുകൊണ്ട് ഫഹും, അവര് ബിമുശാഹദത്തി കമാലിഹി വ ജലാലിഹി, അള്ളാഹുവിൻ്റെ കമാലും ജലാലിൻ്റെ മുശാഹദ കാരണത്താൽ യതനഅമൂന, വളരെ സുഖം അനുഭവിക്കുകയാണ്. തനഉം. വബൈന ആസാരി ഖുദ്റത്തിഹി വ അജായിബി അളമത്തിഹി, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ ആസാറിൻ്റെ ഇടയിലും അളമത്തിൻ്റെ അജായിബിൻ്റെ ഇടയിലും കിടക്കണ്ട. ആസാറ് ഖുദ്റത്ത് ആദ്യം മുന്തിച്ചിട്ട് യതറദ്ദദൂൻ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി മടങ്ങുന്നു. ഇങ്ങനെ മുൽക്കിലായാൽ അവിടെയുള്ള അജായിബിൻ്റെ മുശാഹദയായിരിക്കും കായിനാത്തിൽ കൂടി. മലക്കൂത്തിൽ പോയാലും അത് തന്നെയാണ്. അപ്പോൾ ഒരവസരത്തിൽ ആലമുൽ മുൽക്കിലുണ്ടാകും, മറ്റൊരവസരത്തിൽ ആലമുൽ മലക്കൂത്തിലുണ്ടാകും. ഇനി വബിലിൻഖിതാഇ ഇലൈഹി, അള്ളാഹുവിനെ കൊള്ള മാത്രം മുറിഞ്ഞു വീഴൽ കൊണ്ടും വത്തവക്കുലി അലൈഹി, അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കൽ കൊണ്ടും യതഅസ്സസൂൻ, അവർ ഇസ്സത്ത് സിദ്ധിച്ചവരായിരിക്കുന്നു. എന്താ അവരുടെ ബാക്കിയിലുള്ളത്? ലഹിജീന, അവർ വ്യക്തമായി പറയുകയാണ്. ബിസാദിഖി ഖൗലിഹി ഖുലില്ലാഹ് സുമ്മ ദർഹും ഫീ ഖൗലിഹിം യൽഅബൂൻ, സൂറത്തുൽ അൻആമിലുണ്ട്. ഖിറാഅത്തിന്റെ തർത്തീബ് പ്രകാരം പറഞ്ഞ ഖുലില്ലാ എന്ന മുൻപേ മന്നിൻ്റെ ജവാബാണ്. എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പടപ്പുകൾക്ക് ഒന്നും ഇറക്കി കൊടുക്കലില്ല എന്ന് ഒരു കൂട്ടർ വാദിച്ചു. അപ്പോൾ സാലിമ കുല്ലി മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈഇ, മൊത്തത്തിൽ ഖുൽ, അവരോട് പറയും, മൻ അൻസലൽ കിതാബല്ലദീ ജാഅ ബിഹി മൂസ, മൂസ അലൈഹിസ്സലാം കൊണ്ടുവന്ന ഒരു കിതാബില്ലേ, അത് ആരിറക്കിയതാണ് എന്നോട് ചോദിക്കും. അപ്പം എന്തായി? മൂജബ ജുസ്ഇ എന്ന് പറഞ്ഞാൽ തൗറാത്തിനെ ഉദാഹരണം. അപ്പം സാലിമ കൊല്ലിക്ക് മറുപടി എന്താന്ന്? മൂജബ ജുസ്ഇയെ കൊണ്ടു. ഞാൻ പട്ടിക്കാട്ടെന്ന് പറഞ്ഞപ്പോൾ മെരീൻകുട്ടി ഉസ്താദ് പറഞ്ഞു, മന്ദിക്ക് പഠിപ്പിച്ച മുതലായിരുന്നു. ഇത് ഖുർആനായത്തന്നെ. കൊൽ, ആ കൊല്ലിൻ്റെ ഓർ മറുപടി പറയൂല. അന്നേരം ഓർ ആദ്യത്തെ മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈഇ എന്ന് വാദം പൊടിയൂലേ. എന്നാൽ തങ്ങൾ പറഞ്ഞ അള്ളാഹു ആണ് ഇറക്കിയതെന്നാണ് എൻ്റെ ജവാബ്. അതേ അവസരത്തിൽ അത് ഏറാബിൻ്റെ തർക്കീബ് പറയുമ്പോൾ കൊല്ലുന്നുള്ളത് മറ്റേ ജവാബാണ്. അല്ല, അത് ഇബ്തിദായിയാക്കി വെച്ചാൽ കൊലില്ലാ, അള്ളാഹ് എന്ന് നീ പറഞ്ഞോ. ചോദ്യത്തിൻ്റെ ജവാബെല്ലാം മുത്തലക്കൻ. എന്നിട്ടോ സുമ്മ ദർഹും ഫീ ഖൗലിഹിം യൽഅബൂൻ, ഓരോ കളിയിലേക്ക് വിട്ടേ, ജനങ്ങളുമായിട്ടൊരു താലൂക്കും വേണ്ട. അപ്പം ഈ ആയത്ത് കൊണ്ടാണ് അവർ എന്താക്കിയത്? അമൽ ചെയ്തത്. ലഹിജീന, ലഹിജീന എന്ന് പറഞ്ഞാൽ പരസ്യമായി പ്രഖ്യാപിക്കുന്നവർ. ബിസാദിഖ് ഖൗലിഹി എന്ന് പറഞ്ഞ സിഫത്ത് മൗസൂഫിലേക്ക് ഇദാഫത്താണ്. ബിൽ ഖൗലി സാദിഖി, ഏതാ സാദിഖായ ഖൗലി? ഖുലില്ലാഹ്, നീ അല്ലാഹുവിനെ പറഞ്ഞോ. സുമ്മ ദർഹും ഫീ ഖൗലിഹിം യൽഅബൂൻ, അവർ അവരുടെ പണിക്കങ്ങ് വിട്ടേ. ഇനി അമ്മാബാദിന് ശേഷം പറയുന്നത്, ഫഇന്നക കറർത അലയ്യ സുആല,
ചോദ്യത്തിന് നീ ആവർത്തിച്ചു എൻ്റെ പേരിൽ. എന്തിന്? ഈ മജ്മൂഇൻ, അഥവാ ഒരു മജ്മൂഇ ഉണ്ടാക്കാൻ എന്നർത്ഥം. മജ്മൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ട കിതാബിലല്ലേ പറയാ, ഒരു കിതാബ് രചിക്കാൻ. അതിൻ്റെ ഉള്ളടക്കം എന്താണ്? യതളമ്മനു തഅരീഫ ബിഖദ്രി സയ്യിദിനൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഖദറിനെ പറ്റി നന്നായിട്ട് പരിചയപ്പെടുത്തി തരണം. അതാണ് എൻ്റെ ഒരു സബ്ജക്റ്റ്. രണ്ടാമത്തേത് എന്താ? വമാ യജിബു ലഹു, തങ്ങൾക്ക് നമ്മൾ കൊടുക്കാനുള്ളത്. മീൻ തൗഖീരിൻ വ ഇക്റാം, ആദരവിനാലും ബഹുമതിയാലും എന്തെല്ലാം തങ്ങൾക്ക് കൊടുക്കൽ വാജിബുണ്ടോ അത് പറയണം. 2, വമാ ഹുക്മു മല്ലം യുവഫി വാജിബ അലീമി ദാലിക്കൽ ഖദർ, തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അലീമായ ഖദറിന്റെ വാജിബിനെ ഒരാൾ വീട്ടാഞ്ഞാൽ അവൻ എന്താണ് പറയേണ്ടത്, ഏത് പട്ടികയിൽ അവനെ പെടുത്തേണ്ടത്, എന്ത് ശിക്ഷ കൊടുക്കണം, അതാണ് അതിൻ്റെ ഹുക്മ്. ഇനി വാജിബ് പൂർത്തിയാക്കിയില്ല നടക്കട്ടെ, ഔ ഖസ്സറ ഫീ ഹഖി മൻസിബിഹിൽ ജലീൽ, തങ്ങളുടെ ഉന്നതമായ മൻസിബിൽ എന്തെങ്കിലും ഒരു ഉപേക്ഷ വരുത്തി. എത്ര കുലാമത്തുൽ ഗഫർ എന്ന് പറഞ്ഞാലോ, നഖം മുറിക്കുമ്പോൾ വീണു വന്ന കഷ്ടം ഉണ്ടാകുമല്ലോ. അപ്പം ഏറ്റവും ഹക്കീറായ ഏറ്റവും ചെറിയ ഒരളവിന് എന്താ കുലാമത്തുൽ ഗഫർ എന്ന് പറയും. അതൊരു പ്രയോഗമാണ്, നഖം മുറിക്കണമെന്നൊന്നുമില്ല. കലിമത്ത് അങ്ങനെ പറഞ്ഞാലും അതുകൊണ്ട് മുറാദുണ്ടാവുമല്ലോ, ഒരു ശൈലി. അത്ര കണ്ട് ഒരാൾ വീഴ്ച വരുത്തിയാൽ അവൻ എന്താണ് ഹുക്മ്? സബ്ജക്റ്റ് എത്രയായി? 3. ഇനി വഅൻ അജ്മഅ ലക, നിനക്ക് ഞാൻ ഒരുമിച്ച് കൂട്ടുകയും വേണം. മാലി അസ്ലാഫിന വ അഇമ്മത്തിന റളിയല്ലാഹു അൻഹുവിനുള്ളത് ഫീ ദാലിക, ഈ വിഷയത്തിൽ മിൻ മഖാലിൻ, അവർക്ക് എന്തെല്ലാം കോലുകളുണ്ട്, പറഞ്ഞപ്പെട്ട കാര്യങ്ങൾ അതും ഉദ്ധരിക്കണം. വ ഉബയ്യിനഹു, അത് വ്യാഖ്യാനിക്കുകയും വേണം. ബി തൻസീലി സുവരിൻ വ അംസാൽ എന്ന് പറഞ്ഞാൽ മസ്അല മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ തസവ്വുറാവില്ല. അതിനെന്താക്കും, ഒരു ഉദാഹരണം എടുത്തിട്ട് സങ്കല്പിക്കുക, എന്നിട്ട് ഒരു മിസാൽ പറയില്ലല്ലോ, സൂറത്തുകൾ മനസ്സിൽ ഒരു വാക്യൻ്റെ സംഭവം എടുത്തിട്ട്. അപ്പം സൂറ എവിടെ ഉണ്ടാവില്ല, ഫറായി ദോഹരി വെക്കുമ്പോൾ നന്നായിട്ട് വരും. ഒരു ഉപ്പിയുണ്ട്, ഒരു ഉമ്മിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, വേടുണ്ട് ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള സൂറത്തുൽ മസ്അല, ഇതൊക്കെയാണ് ഇതിൻ്റെ സബ്ജക്റ്റ് അല്ലേ. എന്നിട്ട് മൂപ്പറ പറയുന്നത് ഫഅലം അക്രമക്കല്ലാഹ്, ആ ചോദ്യകർത്താവിനോടോ അല്ല നമ്മളോടോ പറയുന്നു, നീ അറിയണം. അന്നക ഹമ്മൽതനി മിൻ ദാലിക, ഈ ചോദ്യം കാരണത്തിനാൽ നീ എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു. അംറൻ ഇംറാൻ, വളരെ പ്രയാസമേറിയ ഒരു കാര്യം നീ എൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവിടെ അംറൻ ഇംറാൻ, അതിനെന്താ പറയുക? മുജാനസത്ത് എന്ന് പറയും. എന്താണ്? ഒരേ അക്ഷരം തന്നെ അറുപത് 2 കലിമത്ത്. ആ കലിമത്ത് എന്താക്കുക? 2 അർത്ഥത്തിലേക്ക് തിരിച്ചു മറിച്ചിടും. ബുർദയിൽ തിരികെ കാണും. ബൈനൽ ബഹ്മി വൽ മുഹമി, കണ്ടോ? മിൻ ശിദ്ദത്തിൽ ഹസ്മി ലാ മിൻ ശദ്ദത്തിൽ ഹുസുമി. എന്നാ മുജാനസ ചിലപ്പം നേരെ മറിച്ചർത്ഥം ഉണ്ടാകും. ഷിദ്ദത്തിൽ ഹസ്മിനെ എന്താക്കി ഇസ്ബാത്ത് ചെയ്ത്, ലാ മിൻ ശദ്ദത്തിൽ ഹുസുമിനെ എന്താക്കി നഫീൻ ചെയ്ത്. കലിമത്ത് ഒറ്റയാണ്. അപ്പൊ രണ്ടും മിൻ ശിദ്ദത്തിൽ ഹസ്മി എന്നുണ്ട്, വീണ്ടും ലാ മിൻ ശിദ്ദത്തിൽ ഹസ്മി എന്ന്, അതിനെ തനാക്കുൾ എന്ന് പറയുന്നത്. ഈമാനിന്റെ മലക്കരുത്തിന്റെ കടുപ്പം കൊണ്ടാണ് യുദ്ധക്കളത്തിൽ അവർ ഉറച്ചിരിക്കുന്നത്. പട്ട കെട്ടിയിട്ട് ഉറപ്പിച്ചവിടെ നിർത്തിയല്ല. പട്ട കെട്ടിയാൽ എന്താകും? ധൈര്യമില്ലാത്ത ആൾ അവിടെ കെട്ടിയിടല. അതെല്ലാം ഇവിടെ നടക്കുന്നത്. മീൻ ഷിദ്ദത്തിൽ ഹസ്മി ലാ മീൻ ശദ്ദത്തിൽ ഹസ്മി. ഇപ്പൊ പാടും എന്താക്കി രണ്ടും പറഞ്ഞാൽ തനാക്കുൽ എന്ന് പറയും. ഷിദ്ദത്തിൽ ഹസ്മ കൊണ്ടാണ്, ഷിദ്ദത്തുൽ ഹസ്മ കൊണ്ടല്ല. അങ്ങനെയൊക്കെ ഇപ്പം പാടല് ഹൈലിൽ ഹൽക്കുന്നല്ലേ ഇപ്പം എല്ലാവരും ദപ്പടിച്ചിട്ട് പാടുന്നു. ഇതിങ്ങനെ ഒരാൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. ഞാൻ നല്ലോണം ചെവി വെച്ച് കേൾക്കി സിഡി ഹൈലി കുതിര ഓരോ വരിക്കും ജവാബും ചെല്ലുന്നുണ്ട് കൊട്ടിമുട്ടിട്ടല്ലോ. നാദര് ലബുത്ത് എന്താ നബിതകളെ ചീത്ത പറയണപ്പ. മനസ്സിലായില്ലേ? അപ്പൊ പ്രയാസമേറിയ അമ്ര ലഖദ് ജയിത്ത ഷഹദൻ ഇമ്രാൻ ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ. 2 വറഹഖതനി ഫീമാ നദബ്തനി ഇലൈഹി, ഏതൊരു വിഷയത്തിലേക്കാണോ നീ എന്നെ ക്ഷണിച്ചത് അതിൽ എന്നെ എന്താക്കി, എന്നെ ബുദ്ധിമുട്ടാ അടിച്ചേൽപ്പിച്ചു. ഇലൈഹി അർഹഖത്ത് എന്ന മഫ്ഊലാണ് ഇത്.
അർഹക്കാക്കുന്നതിന് 2 മഫ്ഊല് വേണം. അപ്പോൾ ഒന്നാം മഫ്ഊൽ ഏതായി? നീയായി. വലാ തുർഹിക്നി മിൻ അംരി ഉസ്റാ എന്നില്ല ഖുർആനിൽ. ഖദർ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും കൊണ്ട് യാത്രയിൽ വലാ തുർഹിക്നി മിൻ അംരി ഉസ്റാ, എൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രയാസമുള്ളതൊന്നും എന്നേൽപ്പിക്കല്ലേ എന്ന്. അപ്പോൾ 2 കാര്യം. വഅർകൈതനി ബിമാ കല്ലഫ്തനി, നീ എന്നെ നിർബന്ധിച്ച് ചോദിച്ചു. അവിടെ നിർബന്ധം കറർത്ത അലിയ സുആല എന്ന് പറഞ്ഞു. അപ്പോൾ തഅക്കീദ് വന്നില്ല. അതുകൊണ്ട് നീ എന്നെ മുകളിലേക്ക് കയറ്റി മൂർത്തക്കൻ, മേലോട്ട് കയറുന്ന അസ്സഅബ എന്ന് പറഞ്ഞാൽ കയറാൻ പ്രയാസമുള്ള, കയറിയാൽ എന്തൊക്കെ തളർന്ന് കയ്യും കാലൊക്കെ തളർന്നു പോകും. അങ്ങനത്തേലേക്കാണ് എന്നെ നീ മലമ കയറ്റിയത്. മല കൽബി റുഅബ, എൻ്റെ കൽബിനെ പേടിയാൽ നിറച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇതെല്ലാം തഹരീറാക്കണമെങ്കിൽ 8 കിതാബുകൾ നോക്കണം, അയിമത്തിൻ്റെ കൗലുകൾ പരതണം, തഫ്സീർ നോക്കണം. അതോടൊപ്പം എന്ത് പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉന്നതമായ ഖദറിന് നിരക്കുന്നതേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഫൈനൽ കലാമ ഫീ ദാലിക, ഈ വിഷയത്തിലുള്ള കലാം യസ്തദഇ, അത് തേടുന്നുണ്ട് തഖരീറ ഉസൂലിൻ, കുറെ ഉസൂലുകൾ എന്താക്കണം ആദ്യം പറഞ്ഞ് നിർത്തിവെക്കണം. 2 വ തഹരീറ ഫുസൂലിൻ, ഫസ്ലുകൾ എന്താക്കണം വേണ്ടതുപോലെ വ്യാഖ്യാനിക്കേണ്ടി വരും. വൽ കശ്ഫ, കശ്ഫിനെയും തേടും. ഇതുണ്ടാ എന്തിനെ തൊട്ട്? അൻ ഖവാമില വ ദഖായിഖ്, മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാത്തതും വളരെ നിഗൂഢവുമായ കാര്യങ്ങൾ. എന്തിനാൽ മിൻ ഇൽമിൽ ഹഖായിഖി, അതാ ഇൽമുൽ ഹഖായിഖിൻ്റെ പൊതുവേ സ്വഭാവം എന്താണ്? ഖവാമിലും ദഖായിഖും ആയിരിക്കും. എന്തിനാൽ മിമ്മാ യജിബു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയുളാഫു ഇലൈഹി. അപ്പം എന്താക്കും? ലാമിട്ട് പറഞ്ഞാൽ തങ്ങൾക്ക് ലിൽ. അപ്പം അക്കലിയായ വുജൂബും മറ്റുള്ള വുജൂബും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സിദ്ഖ്, അമാനത്ത്, ഫത്താനത്ത്, തബലീൽ എന്ന് പറയുന്നത് എന്താണ്? അക്കലിയായ വുജൂബാണ്. അപ്പോൾ അവിടെ എന്ത് പറയും? അലയിട്ടിട്ട് പറയും. ശറഈയ വുജൂബ് അല്ല, ലാമിട്ടിട്ട് പറയും. ശറഈയ വുജൂബാണെങ്കിൽ അലയിട്ടിട്ട് പറയും. യജിബു അലൈന, നമുക്ക് വാജിബാണ് 5 സലവാത്തിൻ. അപ്പൊ ഇവിടെ എന്താണ്? ലാമിട്ടിട്ട് പറഞ്ഞു. വയുളാഫു ഇലൈഹി, തങ്ങളെ കൊള്ള ചേർത്തി പറയലും. യജിബു വയുളാഫു ഇലൈഹി. അപ്പം എന്ത് വേണം? സിദ്ഖ്, അമാനത്ത്, ഫതാനത്ത്, തബ്ലീഗ്. ലാഫത്ത് എങ്ങനെയാണ്? സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാദിഖു, സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അമീനു, അങ്ങനെ പറഞ്ഞോ. ഔ യംതനിഉ, മുംതനിയായ കാര്യം വരണം. അപ്പം മുസ്തഹീലി. ഔ യജൂസു, അതുപോലെ ജായിസായ കാര്യവും. അപ്പം ഈമാൻ്റെ 4 4 8 1 9. വമഅരിഫത്തൻ നബിയ്യി, നബിയുടെ അറിവ്. എന്താ ഈ നബി എന്ന് പറഞ്ഞാൽ ആരാന്ന്, എന്തിൽ നിന്ന് പിടിച്ചതാന്ന്? അത് നബയിൽ നിന്നാണോ നബുവത്തിൽ നിന്നാണോ? ഒരു ഖിലാഫ് പണ്ട് അഖീദയിൽ ഓതിയില്ല. അവരുടെ അവസ്ഥ എന്താണ്? അവർക്കുള്ള ഖുസൂസിയത്ത് എന്താണ്? ഇവർ റസൂൽ, അതിന് മേലെയാണിത്. റസൂൽ എന്ന് പറഞ്ഞാൽ ആര്? വർ റിസാല വൻ നുബുവ, നബി എന്ന് പറഞ്ഞാൽ നബുവത്തുള്ളവരല്ലേ. റിസാലത്ത് എന്ന് പറഞ്ഞാൽ, റസൂൽ എന്ന് പറഞ്ഞാൽ റിസാലത്തുള്ളവരെന്നല്ലേ. അപ്പോൾ അഫ്ൽ അശർ ഖൈറു മുറത്തബാണ്. അതുകൊണ്ട് നബിയും നബുവത്തും റസൂലും റിസാലത്തും. അതിൻ്റെ അപ്പുറമുണ്ട് മഹബത്ത് എന്ന് പറഞ്ഞിട്ട്. ആ മഹബത്ത് ഉണ്ടാകുമ്പോഴാണ് ഹബീബാകല്. വൽ ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഖലീലാവല്. അത് തമ്മിലെ വ്യത്യാസം എന്താണ്? ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഖുല്ലത്താ കൊടുത്തത്, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാണ്. അതുപോലെ വഖസായിസ് ഹാദിഹി ദറജത്തിൽ അലിയ, ഈ പറയപ്പെട്ട അത്യുന്നതമായ പദവികളാണ് അല്ലേ. ആ പദവിക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നബിയായാൽ എന്ത് പ്രത്യേകത, റസൂലായാൽ എന്ത് പ്രത്യേകത, മഹബത്തുണ്ടായാൽ എന്ത്, ഖുല്ലത്തുണ്ടായാൽ എന്ത്, ഈ പ്രത്യേകതകളൊക്കെ പറയണം. കണ്ടാ നോക്കുമ്പോൾ ഭക്ഷ്യം ഭയങ്കര കടുപ്പത്തിലായി. വഹാഹുന, ഇവിടെയാണ് ഉണ്ട് മഹാമിഹു, ആൾപ്പാർപ്പില്ലാത്ത കേന്ദ്രങ്ങൾ, ഒഴിഞ്ഞ വൈതാനി. എന്നുവെച്ചാൽ ചോദിക്കാനോ പഠിക്കാനോ ചോദിച്ചാൽ ജങ് പോടാന്ന് പറഞ്ഞു, വേറെ പണിയുമില്ല. ഉല്ലാഹസനുണ്ടെങ്കിൽ കൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ആൾപ്പാർപ്പില്ല എന്ന് പറഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളില്ല. അതാണ് നമ്മളെ പൊതുവെയുള്ള സബ്ജക്റ്റിൻ്റെ ഹാലി. ഫീഹുൻ എന്ന് പറഞ്ഞാൽ വിശാലമായത്. മഹ്മദ് മുഖ്തസറിലെ മഹ്മഹിൻ മുഹ്ബറത്തിൻ അർജാഉഹു കഅന്ന ലൗന അർളിഹി സമാഉഹു. അവിടെ എന്തിനാ പറഞ്ഞത്? അക്സ് തസ്ബീഹ്. തസ്ബീഹിന്റെ അക്സ് ഉണ്ട്. അക്സ് എന്ന് പറഞ്ഞാലോ മഹ്മഹിൻ ആൾപ്പാർപ്പില്ലാത്ത ഒഴിഞ്ഞ മൈതാനി എത്രയുണ്ട്. മുഹ്ബറത്തിൻ അർജാഹു അതിന്റെ പരിസരങ്ങളൊക്കെ മണ്ണ് പിടിച്ചിട്ടുണ്ട്. നമ്മളെ ചുർക്കള റോട്ടിന്റെ മണ്ണിൽ എല്ലാ സാധനത്തിന്റെ മുഹ്ബറത്തിൻ അർജാഹു വൽമാരുഹു വമേഷഹു വകസലഹു അല്ലേ. എന്നിട്ട് വന്ന് കഅന്ന ലൗന അർളിഹി അതിന്റെ ഭൂമിയുടെ കളർ ആകാശത്തിന്റെ കളർ എന്ന് പറയുന്നത് പൊടി ആകാശത്തിലേക്ക് വന്നിട്ട് ഭൂമിയുടെ കളറും ആകാശത്തിന്റെ കളർ പോലെ ആയിട്ടുണ്ട്. അതെ ഫീഹുൻ എന്ന് പറഞ്ഞാൽ വിശാലമായത്. ഇതാണ് ദാറുൽ ഫൈഹ എന്ന് എഴുതിയിട്ടുണ്ട. വിശാലമായ കുത്തുബ് ശേഖരണം ഉണ്ട് എന്നതിന് അർത്ഥം പറയുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള കിതാബിന്റെ ശേഖരണങ്ങൾ അതിവിശാലമായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഫൈഹായിന്റെ മാന പറയുന്നത്. ലഫ്ള് മാന. ഇനി ആ സ്ഥലത്ത് എന്താകും? തഹാറു ഫീഹൽ ഖതാ എന്ന് പറഞ്ഞാൽ, ഖതാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പക്ഷിന്റെ പേരാന്ന് പറയും. ഖതാ എന്ന് പറഞ്ഞാൽ കാടയാ. അർദുൽ വാസിയത്തു. എന്നിട്ടോ വഹാദിഹി ഇസ്തിആറത്തുൻ തംസീലിയത്തുൻ ശബ്ബഹ ബയാന മാ ദുകിറ ലിസുഊബതിഹി. ഈ പറയപ്പെട്ട സബ്ജക്റ്റ് എല്ലാം വേണ്ടതുപോലെ പറയുക എന്നത് കടുപ്പമേറിയ വിഷയമാണല്ലോ. ആ കടുപ്പത്തിന്റെ വിഷയത്തിൽ ബിഫലാത്തിൻ ഒരു ഒഴിഞ്ഞ മരുഭൂമിയോടെ എന്താക്കി തസ്ബീഹാക്കിയതാണ്. എന്തുകൊണ്ട്? ലിസ്തിയാദിഹി ലിസഅത്തിൽ ഇത്ലാൽ. ഒരുപാട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ എത്തേണ്ടതുണ്ട്. ഒരു കിതാബ് നോക്കിയാൽ മാത്രം പോരാ. വതവഖുഫിഹി അലാ അൻവാറിൻ ദഖീഖത്തിൻ. വളരെ മൂർച്ചയേറിയ ആഴമേറിയ ചിന്ത ഉപയോഗപ്പെടുത്തണം. ഇതിന് ഫീ മാരിഫത്തി മഖാമിൻ നുബുവ്വ. നുബുവ്വത്തിന്റെ പദവി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ പദവിയല്ലല്ലോ ഇത്. അള്ളാഹുവിൻ്റെ മുഴുവൻ മഖ്ലൂഖാത്തിൽ നിന്നും വിരൽ കൊണ്ട് എണ്ണാത്താവുന്ന ആളല്ലേ കോടിക്കണക്കിന് പടപ്പുകൾക്ക് കൊടുക്കാതെ അല്ലേ? അതിൽ പുരുഷന്മാരെ ഉള്ളെന്താനും എല്ലാവർക്കും കൊടുത്തിട്ടില്ലല്ലോ. അതിനേക്കാണ് പരിമിതമാണ് ഇത് വിശാലത്തിന്റെ പദവി. ഏറി പറഞ്ഞാൽ 315 തന്നെ കൂട്ടാ. വലിയ കോലെടുത്താൽ അള്ളാഹിന്റെ സൃഷ്ടികളിൽ എത്ര കോടി പടപ്പുകൾ കഴിഞ്ഞു പോയി. ഏതെല്ലാം കാലത്ത് ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് എന്തെല്ലാം വരാറുണ്ട്. ആകെ 313 പുരുഷന്മാരെ മാത്രം കയറ്റിയാളെ കീക്കുകയും ചെയ്യില്ല, പുതിയ ആളെ കയറ്റുകയും ചെയ്യില്ല. എന്താ പദവി? അപ്പോ ഖത എന്ന് പറഞ്ഞ പക്ഷിയാന്ന് എന്താ. അതുപോലെ ഫൈന്നഹു ഖദ് യഖഉ ഫീഹാ മാ ലാ യലീഖു ബിഹി. എന്തെങ്കിലും സംസാരിക്കുമ്പോൾ തങ്ങളുടെ ഹളറത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഒരു കലിമത്ത് സംഭവിച്ചു പോയേക്കാം. അതൊക്കെ സൂക്ഷിക്കണ്ടേ. അതുപോലെ ഔ യസിഫഹു ബിമാ ലൈസ ഫീഹി. തങ്ങളിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം വർണ്ണിക്കേണ്ടി വന്നെങ്കിലോ ഫയദ്ഖുലു ഫീ സുംറതി മൻ കസബ അലൈഹി. അപ്പൊ തങ്ങളെ പേരിൽ കളവ് പറഞ്ഞ ആളായി മാറൂലേ. അത്ര ഗൗരവമേറിയ സബ്ജക്റ്റാണ്. ഖത്താദന ത്വായിറും മഅറൂഫ്. എല്ലാവർക്കും അറിയുന്നൊരു പക്ഷിയാണ്. ഖത്താത്തുൻ എന്നാണ് എൻ്റെ ഏകവചനം. അതിനെന്താ പ്രത്യേകത? വഹിയ തൂസഫു ബി സുർഅത്തി തയറാൻ. അതിസ്പീഡിൽ അത് പറക്കും. എന്നിട്ടോ വലിഹ്തിദാൽ അതിന് വെടിതെറ്റിപ്പോക്കില്ല. വത്തബ്കീർ രാവിലെ പുറപ്പെടും. എന്നിട്ടോ ഹത്താ യുഖാല ഇന്നഹാ തരിദുൽ മാഅ മിൻ മസീറത്തി അശ്റത്തി അയ്യാം. 10 ദിവസം സാധാരണ യാത്ര ചെയ്താൽ എത്താവുന്ന സ്ഥലത്ത് വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്ക് എത്തും. സുമ്മ തഊദു മിൻ ലൈലത്തി. രാത്രി ആകുമ്പോഴേക്ക് തിരിച്ചു വരികയും ചെയ്യും. 10 ദിവസം ഓടാനുള്ള ദൂരത്തായിരിക്കും വെള്ളം. ആ വെള്ളം തേടിയിട്ട് എന്താക്കും? രാവിലെ പുറപ്പെട്ട് രാത്രി ആകുമ്പോൾ തിരിച്ചെത്തും. അപ്പം എത്ര സ്പീഡ് കൂടി. അപ്പോൾ ഫലാ തുഖ്തിഉ സാദിറത്തൻ വലാ വാരിദ. വെള്ളത്തിലേക്ക് പോകുമ്പോഴാവട്ടെ മടങ്ങി വരുമ്പോഴാവട്ടെ അതിൽ പിഴവ് സംഭവിക്കാറില്ല. അപ്പോൾ വലിദാ ളുരിബ ബിഹൽ മസലു. അതുകൊണ്ടാണ് അതിനോട് ഉപമ പറഞ്ഞത്. തഹാറു ഫീഹൽ ഖതാ. ഖതാക്ക് പോലും ബേജാറ് പിടിച്ചു പോകുന്ന ആളഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് ഇവിടെ.
ഖത്ത ഒരിക്കലും പിഴക്കില്ല എന്നാ പറയല്. ഇനി അതുകൊണ്ട് ചുരുങ്ങിപ്പോകും അൽ ഖുത്ത, ചെവിട്ടടികൾ എന്ന് പറഞ്ഞാലോ, ഇങ്ങനെ വെക്കുമ്പോൾ ഒരു മീറ്റിങ്ങിന് എടുത്തു വെക്കുന്നു. പക്ഷെ അത് സ്വതന്ത്രമായിട്ട് വെക്കാൻ കഴിയൂല. എങ്ങനെ വെക്കും? രണ്ടാമത്തെ കാല് വെക്കുന്നെങ്കിൽ വല്ല അപകടങ്ങളുണ്ടോ, ഖത്തയുണ്ടോ എല്ലാം നോക്കണ്ടേ. നമ്മൾ സാധാരണ നമ്മൾ കൊണ്ടുപോകുകയോ നടക്കുന്ന അവസരത്തിൽ ഈ ശ്രദ്ധ രണ്ടാമത്തെ കാല് വെക്കണമെങ്കിൽ അവിടെ കൊണ്ടുണ്ടോ? ഇനി മറ്റെന്താ ഉണ്ടാകല്? മജാഹിലു, പരിചയമില്ലാത്ത മജ്ഹൂലായ സ്ഥലങ്ങളുണ്ട്. മജ്ഹൽ, മജാഹിൽ, മസ്ജിദ്, മസാജിദ്. തദില്ലു ഫീഹൽ അഹ്ലാം, ബുദ്ധികളെല്ലാം എന്താകും? വഴിതെറ്റിപ്പോകും. എപ്പോഴ്? ഇല്ലം തഹ്തദി, ആ അഹ്ലാമാകുന്ന ബുദ്ധി ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ബിഅലമി ഇൽമിൻ, ഇൽമാകുന്ന കൊടിമരങ്ങളെ കൊണ്ട്, ലൈറ്റ് ഹൗസില്ലേ, അതുപോലെ വനലറിൻ സദീദിൻ, തെറ്റുപറ്റാത്ത ചിന്തകളെ കൊണ്ടും ഹിദായത്ത് എങ്ങാനും കിട്ടിയില്ലെങ്കിൽ എന്താകും? ബുദ്ധികളെല്ലാം പഴച്ചു പോകും, പിന്നെ പല ആശയമായിട്ട് മാറും. അതുപോലെ മദാഹിലു എന്ന് പറഞ്ഞാൽ വെടുക്കുന്ന സ്ഥലങ്ങൾ. ഇപ്പോഴത്തെ പലക്കെല്ലാം പോയാൽ ബാത്റൂം എല്ലാം വെളുക്കലുണ്ടല്ലോ. ഇത് ദൂരാൻ പോയാളെ കാണുന്നില്ല, പിന്നെ കുത്തിപ്പൊളിച്ച് നോക്കുമ്പോൾ വേണ്ട അയാൾ ബഹുതിയാട് വീട്ടു കണ്ണാടിയാക്കലാണ്. അവിടെ എന്താക്കും? തസില്ലു ബിഹൽ അഖ്ദാം, കാലുകൾ വെഴുതിപ്പോകും. എപ്പോൾ? ഇല്ലം തഅതമിദ്, ആ കാല് ശരിക്ക് ഊന്നി നിന്നിട്ടില്ലെങ്കിൽ അലാ തൗഫീഖിൻ മിനല്ലാഹി തആല വ തഅയീദ്, അള്ളാഹുവിൻ്റെ തൗഫീഖിൻ്റെ മേൽ ആസ്പദം ചെയ്യാത്ത കാലെല്ലാം വെളുക്കും. ഇതാണ് ഈ ഫീൽഡ്. പക്ഷെ മൂപ്പറ പറയുന്നത് ഇതെല്ലാം പ്രയാസം കണ്ടെന്നാണ് പറഞ്ഞത്. എങ്കിലും നിന്റെ ചോദ്യം എനിക്ക് മടക്കാൻ പറ്റൂലല്ലോ. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ലാകിന്നി ലിമാ റജൗതുഹു ലീ വലക, എനിക്കും നിനക്കും ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട് ഈ സ്വാലിൽ. ഈ സ്വാലിൽ നീയും ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ എന്താക്കും? ലീനെ കണക്ഷൻ എടുത്തേക്കാന്ന് ജവാബില് മുസന്നിഫിനോടല്ലേ ചോദിക്കുന്നത്. ആ സുആല് ബന്ധപ്പെടുത്തേക്കാന്ന് വലക്കയിലേക്കാന്ന്. ലീ എന്ന് പറഞ്ഞാൽ ഉത്തരം ചെയ്ത വകയിലാണ് എനിക്ക് കിട്ടുന്നത്. അവ ചോദിച്ച വകയിൽ നീ എന്താക്കും? ഒരു ഇൽമ് ചോദിച്ച ആളാകുമ്പോൾ അദ്ദേഹത്തിന് ഇൽമിനെ വെളിപ്പെടുത്താൻ ഒരു കാരണമായില്ലേ. ജിബ്രീൽ 13 ചോദ്യം ചോദിച്ചു, എന്നിട്ടോ തങ്ങൾ ഉത്തരം പറഞ്ഞു. അപ്പൊ ഉത്തരം കിട്ടാവുന്ന മേഖലയിലേക്ക് ചോദ്യം ചോദിച്ചാൽ എന്തായി മാറും? അയാൾ ഇൽമിനെ പ്രചരിപ്പിച്ച ആളാണ്. അതെ. അപ്പൊ ഇവിടെ ലഫ് നശ്റ ഗൈറു മുറത്തബാണ്. നോക്ക്, ലിമാ റജൗതുഹു ലീ വലക, എന്നിട്ടോ ഫീ ഹാദാ സുആലി വൽ ജവാബ് പറ. സുആല് ലക്കയാണ്. അപ്പൊ സുആൽ ആദ്യം മുന്തി വൽ ജവാബ്. എന്താണ് ആഗ്രഹിക്കുന്നത്? മിൻ നവാലിൻ വ സവാബിൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാലും സവാബിനാലും. അത് എന്തുകൊണ്ട് കിട്ടും? ബി താരീഫി ഖദ്രിഹിൽ ജസീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ഉന്നതമായ അത്യുന്നതമായ ഖദറിനെ വ്യാഖ്യാനിക്കൽ കൊണ്ടെന്താക്കി? ഉത്തരം പറഞ്ഞ് എനിക്കും ചോദിച്ചെന്ന് എനിക്കും എന്താവും? ജവാബ് സുഖം. അതുപോലെ ഖുലുഖിഹിൽ അലീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ അലീമായ ഖുലുഖിനെ വ്യാഖ്യാനിച്ചാലും വബയാനി ഖസായിസിഹിൽ ലത്തി, തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഖുസൂസിയാത്തിനെ വ്യാഖ്യാനിക്കൽ കൊണ്ടും അല്ലത്തി ലം തജ്തമി ഖബ്ലു ഫീ മഖ്ലൂഖിൻ, തങ്ങൾക്ക് മുമ്പ് ഒരു മഖ്ലൂഖിലും അത് ഒരുമിച്ച് കൂടിയിട്ടില്ല. അങ്ങനത്തെ ഇനി ശേഷം ഒട്ടും ഉണ്ടാവില്ല. മുൻകഴിഞ്ഞാൾ അമ്പ്യാക്കളെ പെട്ടില്ലേ, ശേഷം അത്രയും ഉണ്ടാവില്ലല്ല. ഇനി വമാ യുദാനുല്ലാഹു തആല ബിഹി, എന്തൊരു കാര്യം കൊണ്ടാണോ അള്ളാഹുവിൻ്റെ ദീനിനെ അനുസരിക്കപ്പെടുന്നത്, എന്ത് വിശ്വസിച്ചാലാണ് ദീനിൽ പെടുക? മിൻ ഹഖ്ഹി, കണ്ടാ, തങ്ങളെ ഹക്കിനാൽ, ഹുവ അല്ലദി ഹുവ അർഫഉൽ ഹുഖൂഖ്, എല്ലാവർക്കും കൊടുക്കേണ്ട ഹക്കിനാൽ ഏറ്റവും വലുതാണ്, ഏറ്റവും ഉന്നതമാണ് തങ്ങളുടെ ഹക്ക്. ആ ഹക്ക് പാലിക്കലിലൂടെ എന്താകും? അള്ളാഹുവിൻ്റെ ദീൻ കൊണ്ട് അമൽ ചെയ്തവനാകും. നിനക്ക് കാരണക്കാരനാരായി? നീയായി. ഉത്തരം പറയുമ്പോൾ ഞാനായി. അതാ അതൊരായത്താണ്. ലിയസ്തൈഖിനല്ലദീന ഊതുൽ കിതാബ വയസ്ദാദല്ലദീന ആമനൂ ഈമാനാ. അത് സൂറത്തുൽ മുദ്ദസ്സിലുള്ളത്. അതെ, കുറേ അല്ലദീന ഉണ്ടാവും അതിൽ.
ഊത്തുൽ കിതാബൊക്കെ കുറച്ചും കൂടി ഉറപ്പ് വരട്ടെ. ആയത്തിനെ പറ്റി തന്നെ ഊത്തുൽ കിതാബയ തൗറാത്തും ഇഞ്ചീലും നൽകപ്പെട്ടവരല്ല ഊത്തുൽ കിതാബ. ഇനി വയസ്ദാദല്ലദീന ആമനു, വിശ്വാസികൾക്ക് ഏറാനും ഈമാനൻ. അത് ആയത്തൊപ്പിച്ചിട്ടുണ്ടാക്കി മുമ്പ് മഖ്സൂദിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പം ഒരു കാരണമില്ലേ? അപ്പോൾ നിന്റെ ചോദ്യത്തിനും ഞാൻ പറയുന്ന ഉത്തരത്തിനാലും ഇതെല്ലാം നമുക്ക് നേടാൻ കഴിയും എന്ന ആഗ്രഹമുണ്ട്, ഒരു കാരണം. ഇനി രണ്ട്, വലിമാ അഖറല്ലാഹു തആല അലല്ലദീന ഊത്തുൽ കിതാബ, കിതാബ് നൽകപ്പെട്ടവരായ ആളുകളെ മേലിൽ അല്ലാഹു തആല ഒരു കരാറ് വാങ്ങിയിട്ടുണ്ട്. ലയുബയ്യിനുന്നഹു ലിന്നാസി വലാ യക്തുമൂനഹു, അത് ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കണം, അത് മറച്ചു വെക്കാൻ പാടില്ല എന്നുണ്ടാക്കി അഹ്ലു കിതാബിനോട് അല്ലാഹു തആല കരാർ വാങ്ങി. അപ്പോൾ അതാണ് ലയുബയ്യിനുന്ന തങ്ങളെ പറ്റിയുള്ള പരിചയം. അത് എൻ്റെ മേലും ഡ്യൂട്ടി ഉണ്ടല്ലോ, അതാ ആ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കണ്ടേ. ഇതാണ് രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത്തത് എന്താണ്? ഒരു ഇൽമ്, ആവശ്യമായ ഒരു ഇൽമ് ചോദിച്ച് അതിന് ഉത്തരം കൊടുക്കാൻ കഴിയുമെങ്കിൽ മറച്ചു വെച്ചാൽ അവനെ ബായിക്കല്ലാഹു തആല സീല് വെക്കുന്നുണ്ട്, അതിൽ പെടാനും പാടില്ല. അപ്പം മൂന്നാമത്തെ കാരണം നോക്ക്. വലിമാ ഹദ്ദസനാ ബിഹി അബുൽ വലീദി ഹിശാം ഇബ്നു അഹ്മദ് അൽ ഫഖീഹു, അത് നേരെ ഉസ്താദാണ്. അതെങ്ങനെ കിട്ടി? ബി ഖിറാഅത്തി അലൈഹി, ഞാൻ അവരുടെ പേരിൽ ഹദീസ് ഓതിക്കൊടുത്തതാണ്. അബൂദാവൂദാണ് ഹദീസിന്റെ അസ്ലി, സിനാഉ സിത്തയിൽ അബൂദാവൂദാണ്. ഖാല അഖ്ബറനാ, ആര് പറഞ്ഞു? ഉസ്താദ് പറയുന്നു. അഖ്ബറനൽ ഹുസൈൻ ഇബ്നു മുഹമ്മദിൻ ഖാല ഹദ്ദസനാ അബൂ ഉമർ അൻ-നമരിയു ഖാല ഹദ്ദസനാ അബൂ മുഹമ്മദ് ഇബ്നു അബ്ദുൽ മുഅ്മിനി ഖാല ഹദ്ദസനാ അബൂ ബക്രിൻ മുഹമ്മദ് ഇബ്നു ബക്രിൻ. അതെല്ലാം ഖാല ഹദ്ദസനാ എന്ന് പറയണമെന്ന് സറഹ് മുസ്ലിമിന്റെ തുടക്കത്തിൽ ഹദീസ് എങ്ങനെ വായിക്കണം കേൾപ്പിക്കുന്നത് എങ്ങനെ കൃത്യമായ ആദാബും തർത്തീബും സറഹ് മുസ്ലിമിന്റെ തുടക്കത്തിലുണ്ട്. ഹദ്ദസനാ സുലൈമാൻ ഇബ്നുൽ അശ്അസ്, അതാരാണെന്ന്? അബൂദാവൂദ് എന്ന മശൂൽ അറിയപ്പെട്ട സിഹാഉ സിത്തന്റെ മുസന്നിഫ്. അബൂദാവൂദ് കുഞ്ഞത്തിലാണ് അറിയപ്പെടല്, സ്വന്തം പേര് സുലൈമാൻ ഇബ്നുൽ അശ്അസ്. അപ്പം മുസന്നിഫിലേക്ക് എത്ര ആളുണ്ട്? അബുൽ വലീദ് ഹിശാം, ഹുസൈൻ ഇബ്നു മുഹമ്മദ്, അബൂ ഉമർ, അബൂ മുഹമ്മദ് അബ്ദുൽ മുഅ്മിൻ, അബൂബക്കർ മുഹമ്മദ് ബിൻ ബക്കർ. 5 ബാസിത്തയിൽ കൂടിയാണ് ആളിലേക്ക് എത്തിയത്, സിഹാഉ സിത്തന്റെ അബൂദാവൂദിലേക്ക് എത്തിയത്. ഇനി അവിടുന്നോ ഖാല ഹദ്ദസനാ മൂസ ബിൻ ഇസ്മാഈൽ ഖാല ഹദ്ദസനാ ഹമ്മാദുൻ അഖ്ബറനാ അലി ബിൻ അൽ ഹകം അൻ അതാഇൻ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബത്ര ഒന്ന് അബൂദാവൂദിന്റെ സുലൈമാൻ, പിന്നെ മൂസ ബിൻ ഇസ്മായിൽ, ഹമ്മാദ്, അലി ബിൻ ഹകം, അബൂ ഹുറൈറ അടക്കം 6 ആളായി. അത് മുസന്നിഫിനെ വിട്ടാൽ 5 ആള്. ഖാല, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട്, മൻ സുഇല അൻ ഇൽമ, അപ്പോൾ മർഫൂആയ ഹദീസായി. മൻ സുഇല അൻ ഇൽമിൻ, ഒരു ഇൽമിനെ കുറിച്ച് ഒരാളോട് ചോദിക്കപ്പെട്ടാൽ, ഏത് ഇൽമ്? അറിയലും അവനിക്ക് പഠിക്കലും പറഞ്ഞു കൊടുക്കലും അനിവാര്യമായ ഇൽമ്, അല്ലാണ്ട് വേറെ ഏതോ ഇൽമിനെ ചോദിച്ചിട്ട് അത് നീ പഠിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അത് ഹയ്യനും പറഞ്ഞിട്ടുണ്ട്, അർഹതപ്പെട്ട ആൾ ചോദിച്ചെങ്ങനെയേ അത് ഇതുള്ളൂ. വല്ല ആവശ്യമില്ലാത്ത ചോദിച്ച് അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാലോ ഇതാ നരകത്തിലും നിന്റെ ശീലം കൊണ്ട് ഇങ്ങ് വന്നു. അപ്പം അൻ ഇൽമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇൽമെന്ന് നക്കിറം എന്താണ് ആമാണെങ്കിലും ഖാസം. എന്നിട്ടോ ചോദിക്കപ്പെട്ടാൾ ഫതമഹു, അയാൾ പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെച്ച്, അൽജമഹുല്ലാഹു തആല, അല്ലാഹു തആല കടിഞ്ഞാനിട്ട് കളിയും, ബിൽജാമിൻ മിന്നാർ, നരകത്തിന്റെ ഒരു കടിഞ്ഞാനിടും. അതിനെ ബായിക്കിടുന്നതിനാ പറയാം യൗമൽ ഖിയാമത്തിൽ. അപ്പം ആ ശിക്ഷ ഭയന്നു. അപ്പം 3 കാരണങ്ങളാണ് ഇപ്പം പറഞ്ഞത്. ഒന്ന്, വലിയ കൂലി കിട്ടും. രണ്ടാമത്തത്, പിന്നെ കിതാബ് നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല കരാർ കൊടുത്ത എന്താണ്? വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം, ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. 3. മൂന്നാമത്തിൽ എന്താ? ഖത്മ ചെയ്താൽ മറച്ചു വെച്ചാൽ. അപ്പം ഫബാദർത്തു, ഞാൻ എന്താക്കി? അതിന് മുന്നോട്ട് വന്നു, വേഗം ഉണർന്നു. എവിടത്തേക്ക്? ഇലാ നുഖത്തിൻ,
നുക്കത്തിൻ്റെ മേനെന്താ അൽ മഅന ദഖീഖുൻ നാദിർ വൽ കലാമുൽ ഖലീലുൽ ഹസൻ. ചില പോയിന്റ്സ് നമ്മൾ പറയില്ലേ, പറയാനും എഴുതാനും പറ്റുന്ന പോയിന്റുകൾ, ആ പോയിന്റിലേക്ക് അതെങ്ങനത്തത് മുസ്ഫിറത്തിൻ അൻ വജ്ഹിൽ ഗറദ്. നമ്മളെ സബ്ജക്റ്റ് ഉണ്ടല്ലോ, വിഷയം, കിതാബിലുണ്ടാവേണ്ട വിഷയം, ആ വിഷയത്തിനെ വെളിപ്പെടുത്തുന്ന അതാണ് മുസ്ഫിറ അസ്ഫറ. അതുകൊണ്ടല്ലേ സഫർ എന്ന് പറയുന്നത്. ഒരാളെ സ്വഭാവത്തിന് മനസ്സിലാക്കാൻ നല്ല മാനദണ്ഡം എന്താന്ന് സഫർ പോക്ക്. അണ്ടാണ് സഫറിന് വരുന്നത്. അപ്പൊ സഫറിലെ അടിയും പൊടിയും ഒന്നും ഉണ്ടായിട്ടില്ലേ, നല്ല ഷമീബല്ലാണോ, എന്നാൽ എന്തായി അയാൾ മറ്റു മേഖലയിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഹീലുണ്ടല്ല, ഒരാൾ വലിയ സൂപ്പിയായിട്ട് പറഞ്ഞു പോലും. അമ്മ മൂപ്പറെന്താ പറഞ്ഞത്, നീ എങ്ങനെ സൂപ്പിന്ന് വിരിച്ച പച്ചത്തലി കെട്ട് കണ്ടിട്ടാ, അല്ല തുന്നിയ കുപ്പായം കണ്ടിട്ടാ, അല്ല മുട്ടിൻ്റെതായ നര്യാണിക്ക് മുകളിൽ കേട്ടിട്ട തുണി കണ്ടിട്ടാ, അല്ല തസ്മയമാലയുടെ എണ്ണം കണ്ടിട്ടാ, ഒന്നല്ല സാമ്പത്തിക ഇടപാട് നടത്തിയതോ നോക്ക്. അയ്യലിപ്പം വഞ്ചകനാണോ തോപ്പിക്കുന്ന ആളാണോ അപ്പം തിരിയും. എന്ത് കോജയാന്നൊക്കെയുള്ള രണ്ടെന്താന്ന് യാത്ര യാത്ര അനി അത് തന്നെ എന്താക്കണം, മുഅദ്ദിയൻ വീട്ടുന്നവനായിട്ട് അതായത് ചെയ്യുന്നവൻ മീൻ ദാലിക ഇതിനാൽ ഇതിൽ ഈ ഒരുമിച്ച് കൂട്ടിയ പോയിന്റ്സ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ എന്താക്കും അൽ ഹഖൽ മുഫ്തറദ്. കാപ്പിയൊപ്പിച്ച വാക്ക് കണ്ട ഖറദ് മുഫ്തറദ്, ഫർളാക്കപ്പെട്ട ആ ഉത്തരവാദിത്തത്തിന് വീട്ടുന്ന തരത്തിലുള്ളത്. എന്തെങ്കിലും ശേഖരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് പൂർത്തിയാവണം. ഇനി ഇഖ്തസസ്തുഹ ഞാൻ അതിനെ പറക്കിയെടുത്തിട്ടുണ്ട്, പല കിതാബിൽ നിന്നും ഉണ്ടാക്കി ശേഖരിച്ചു. ആലസ്റ്റേജാന് കുറച്ച് തിരക്ക് പിടിച്ച സമയത്തായി വരും. തിരക്കിൻ്റെ കാരണം പറയുന്നുണ്ട്. അതുകൊണ്ട് ശാരീരികമായ രോഗങ്ങളുണ്ടാകും, പിന്നെ കുടുംബപരമായ പല കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്, തദ്രീസ് ഒരു ഭാഗത്തുണ്ട്, കാദിയാറാണ്, പല വലിയ ഡ്യൂട്ടിയുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്തേജാല എന്താ പറഞ്ഞത്, ലിമൽ മർഉ ബി സദദിഹി ഒരു മനുഷ്യൻ അതിനൊക്കെ പാത്രീഭൂതനായിട്ടുണ്ട്. മിൻ ശുഗ്ലിൽ ബദനി വൽ ബാൽ ശാരീരികമായ ശുഗ്ലുണ്ട്, മാനസികമായ ശുഗ്ലുണ്ട്. ഒന്ന് എന്തുകൊണ്ടുള്ള ശുഗ്ല്, ബിമാ തുവ്വിഖഹു തവ്വക്ക എന്ന് പറഞ്ഞാൽ കേത്തിൽ മാലയാക്കി. അതിനാണ് കല്ലതഹു എന്ന് പറഞ്ഞാൽ മാനി കഴുത്തിൽ മാലയാക്കി കെട്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിക്കപ്പെട്ട കാര്യം. എന്തിനാണ് ഈ മക്കാലീദിൽ മെഹനത്തി പരീക്ഷണങ്ങളാകുന്ന മക്കാലീദുണ്ട്, ഈ കെട്ടി കെട്ടുന്ന സാധനം. അല്ലത്തി ഉബത്തുലിയ ബിഹ അതുകൊണ്ടെന്താക്കുക ആ മനുഷ്യൻ ബലാലാക്കപ്പെട്ടു. അപ്പോൾ പല രോഗങ്ങൾ, പല ഡ്യൂട്ടി, ഉത്തരവാദിത്തങ്ങൾ പലതും നിർവഹിക്കാനുണ്ട്. അപ്പം ഫക്കാദത്തശ്ഗലു അതാണ് ഇദ്ഗാമ് വഹിക്കണം. ഫക്കാദത്തശ്ഗലു ഈ ശുഗലുകളൊക്കെ എന്തായി മുടക്കുന്നതായി. അൻകുല്ലി ഫർളിൻ വ നഫിലിൻ എല്ലാ ഫർളും നഫലിനെ തൊട്ട് പോലും എന്താക്കും, മുടക്കി കളയും. വതറുദ്ദു ബഅദ ഹുസ്നി തഖവീം ഒരു നല്ല നിലക്ക് ആരോഗ്യപരമായി ജീവിച്ചതിന് ശേഷം ഇലാ അസ്ഫലി സുഫലി താണ പടിയിലേക്ക് എത്തിച്ചു കളയും. ആരോഗ്യപരമായിട്ടെല്ലാം തകർന്നിട്ടു. അങ്ങനെയുള്ള പലതും ഇവിടുണ്ട്. അതിന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈറാണ് ഉദ്ദേശിച്ചതെങ്കിൽ എന്താക്കും, അവൻ്റെ പണിയെല്ലാം അല്ലാഹു തആലാക്ക് തൃപ്തികരമായ കാര്യത്തിലായിരിക്കും. അല്ല ഷർറ ഉദ്ദേശിച്ചെങ്കിലോ വേണ്ടാത്ത കാര്യത്തിലൊക്കെ അവനെ നേരം കളഞ്ഞിട്ടുണ്ടാവും. വലൗ അറാദല്ലാഹു തആല ബിൽ ഇൻസാനി ഖൈറാ അല്ലാഹു സുബ്ഹാനഹു അതെല്ലാം ആദ്യം പരട്ടി വെക്കണപ്പാ. ഈച്ച പറയാ ശർദ്ദ വലിച്ചെടുത്തേക്കോ കിലോമീറ്റർ കൊണ്ടുപോകും, അതിനെ കാത്തിക്കുന്നു. വലൗ അറാദല്ലാഹു തആല ബിൽ ഇൻസാനി ഖൈറാ ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലജഅല ശുഗ്ലഹു വഹമ്മഹു കുല്ലഹു അവൻ്റെ ശുഗ്ലും അവൻ്റെ മാനസികമായ ഹമ്മും എല്ലാം മുഴുവനും ഫീമാ യഹ്മദു ഗദൻ നാളെ സ്തുതിക്കപ്പെടുന്ന കാര്യത്തിലായിരിക്കും. വലാ യറുമ്മു മഹല്ലഹു അതിൻ്റെ ആ പ്രവർത്തനത്തിനെ ആക്ഷേപിക്കാത്തതും. അപ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് പറയുന്നത്, യുഹമ്മദൂരി രണ്ട് കാര്യം അടങ്ങിയിട്ടുണ്ട്. ഫർളാക്കപ്പെട്ട കാര്യവും സുന്നത്താക്കപ്പെട്ട കാര്യം എല്ലാം കൃത്യമായി നിർവഹിക്കുക അതല്ലേ. വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ തർക്ക് ചെയ്യലും എന്തായി
മാജുഹമ്മദും അല്ലേ. അപ്പം ഫെയിലം തർക്കൻ, അതാണ് ശാരീരികൾ വന്ന ഫെയിലം തർക്കൻ. അതവിടെ വലായൊറുമു ആക്ഷേപിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മുഹറമാത്ത് ചെയ്തിട്ട് അല്ലെങ്കിൽ വാജിബാത്ത് വെച്ചിട്ട് അവിടെ ഉണ്ടാകും ഫെയിലം തർക്കൻ അല്ലേ. അപ്പം രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ എവിടത്തേക്ക് എത്തും? വാജിബോ സുന്നത്തോ വേണ്ടപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന വിഷയത്തിലും ഹറാമിനെ ഒഴിവാക്കുന്ന വിഷയത്തിലുമായിരിക്കും അവന്റെ ശുഗലും അവന്റെ ഹമ്മും. ശുഗല് എന്ന് പറഞ്ഞാൽ കൈകാലികൾക്കും ബാധിക്കും, ഹമ്മ് മനസ്സിൻ്റെതാണ്, അതിലാക്കും. അപ്പൊ ഫലൈസ സമ്മ അങ്ങനെ വന്നാൽ അവിടെയില്ല സിവ ഹളിറത്തിൻ നഈം. നളിറത്തിൻ നഈം എന്നുണ്ട് പോലും. സ്വർഗീയമായ ആ സുഖങ്ങളല്ലാത്ത മറ്റൊന്നും അവിടെ ഇല്ല. അതെ, അത് ആ അദാബുൽ ജഹീം അല്ലെങ്കിൽ അതിന് മറിച്ചാണെങ്കിൽ അദാബുൽ ജഹീമോ. അതപ്പോൾ അരിവാത്ത് എല്ലാവരുടെ കൊടുത്ത് നല്ല മായന ഒന്ന് തന്നെ. ഇനി വലക്കാന അലൈഹി അവൻ്റെ മേലിലാകും. എന്തിൻ്റെ ബാക്കിയാണ്? ലജഅല എന്നുള്ള ലൗവിൻ്റെ ജവാബാണ് ലജഅല. ആ ജവാബിൻ്റെ അത്ഫാണ് വലക്കാന അലൈഹി. അവൻ്റെ മേലിൽ ബാധ്യസ്ഥനാകും ബി ഹുവൈസതിഹി എന്ന് വെച്ചാൽ അവൻ്റെ സ്വന്തം കാര്യം. ഹുവൈസത്തി നഫ്സിഹി എന്നുണ്ട് റിവായത്തിൽ. ഹുവൈസത്തുൽ ഇൻസാൻ ഓനിക്ക് മറ്റൊരാൾ ചെയ്താൽ പറ്റൂല, അങ്ങനത്തെ സ്വന്തം കാര്യം ഉണ്ടല്ലോ. അല്ല, അതുകൊണ്ട് അതുപോലെ അവൻ്റെ മുഹജത്തിന് ശരീരം അല്ലെങ്കിൽ അവൻ്റെ മനസ്സ്, ആ റൂഹ് ചുരുക്കത്തിൽ പറയാം ലഹാ മാനിൻ എന്ന് പറഞ്ഞ് മുഹജത്തിന് പല മാനകളുണ്ട്. അവൻ്റെ സ്വന്തം തടിയിൽ നത്തം വെക്കുക. തടിയെ എന്താക്കണം? രക്ഷപ്പെടുത്തുന്ന വിഷയത്തിലും അവ സ്വന്തം കാര്യവും അവൻ്റെ തടിയെ രക്ഷപ്പെടുത്തുന്ന വിഷയത്തിലും ആവും, അവനാകും. വഅമലിൻ സാലിഹിൻ യസ്തസീദുഹു അവൻ വർദ്ധിപ്പിക്കാവുന്ന അമലുൻ സാലിഹിലും ആയിരിക്കും. വഇൽമിൻ നാഫിഇൻ യുഫീദുഹു മറ്റൊരാൾക്ക് ഫായിദ പറഞ്ഞു കൊടുക്കുന്ന ഇൽമുൻ നാഫിഇലുമായിരിക്കും. ഔ യസ്തഫീദുഹു അല്ലെങ്കിൽ മറ്റൊരാൾക്കെന്ന് ചോദിച്ച് പഠിക്കുന്നവനുമാകാം. അപ്പോൾ ഈ ഉത്തരത്തിൽ എന്തുണ്ട്? ഇൽമിൻ നാഫി യുഫീദുഹു മുസന്നിഫായി, ഔ യസ്തഫീദുഹു ചോദ്യകർത്താവായി നമ്മളുമായി. അപ്പം അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ച വകയിലാണ് ഇടത്തേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞു വന്നത്. എന്നിട്ട് പറയുന്നത് ഒരെല്ലാവർക്കും ദുആ ജബറല്ലാഹു സദഅ ഖുലൂബിനാ നമ്മളെ കൽബിൻ്റെ പൊട്ട് അല്ലാഹു തആല മുറികൂട്ടി തരട്ടെ ചില പലതുകൊണ്ടും. വഗഫറ അലീമ ദുനൂബിനാ വമ്പിച്ച കുറ്റങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു തരട്ടെ. വജഅല ജമീഅ ഇസ്തിഅദാദിനാ നമ്മളെ എല്ലാ ഒരുക്കങ്ങളും അല്ലാഹു ആക്കട്ടെ ലിമആദിന ആഖിറത്തിലേക്ക്. വതവഫറ ദവാഇന നമ്മളെ പ്രേരണകളുണ്ടല്ലോ അത് പൂർത്തിയാക്കലും ഫീമാ യുൻജീന നമുക്ക് രക്ഷ നൽകുന്ന കാര്യങ്ങളിൽ. വയുകല്ലിമുന ഇലല്ലാഹി തആല സുൽഫാ അല്ലാഹു തആലയിലേക്ക് സ്ഥാനം അടുപ്പിക്കുന്ന കാര്യങ്ങളിലും ആയിരിക്കട്ടെ നമ്മളെ. വയുഹന്നീന നമ്മൾക്ക് സൗഭാഗ്യം കരസ്ഥമാക്കുന്നതും ബിമന്നിഹി വറഹ്മതിഹി. ഇനി വലമ്മാ നബൈതു തഖരീബഹു അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ശേഖരണം ആക്കിയല്ലോ. അത് ഞാൻ കരുതിയപ്പോൾ വദർറജതു തബ്വീബഹു അതിൻ്റെ ബാബുകൾ എന്താക്കണം? തർത്തീബാക്കണം. ദർജ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു. അപ്പോൾ അതെന്താക്കും? കിതാബ് എന്ന് പറയും. അതിനുശേഷം എന്താക്കും? ബാബ് എന്ന് പറയും. ബാബിൽ എന്തുണ്ടാകും? ഫസലുണ്ടാവും. മസലൻ കിതാബു സലാഹ് അത് വിശാലാണ് നിസ്കാരം അല്ലേ. പിന്നെ അതിൻ്റെ എല്ലാ ബാബുൽ തഹാറത്ത് തഹാറത്തിൻ്റെ ബാബ് അതിനെന്താക്കും? വലിയ ശുദ്ധി, ചെറിയ ശുദ്ധി, പിന്നെ തയമ്മുമ് അങ്ങനെ പറയും. അതിനുശേഷം ഫസൽ എന്താക്കും? അതിനേക്കാണ് ചെറിയ 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 കഷ്ടങ്ങളാക്കും. ഇതിങ്ങനെയാ കിതാബിലെ തർത്തീബ്. കിതാബ്, ബാബ്, ഫസൽ. ചില ഉസൂല് പറഞ്ഞതിന് ശേഷം ഫുറൂഅ് പറയും. ഫുറൂഅ് അത് കാണാനല്ല, അതായത് മുമ്പ് പറഞ്ഞതിൽ നിന്ന് പിടുത്തം കിട്ടിയ ചില മസാലകൾ. വമഹത്തു തഹ്സീലഹു അതിന് അസ്ലാക്കൽ എന്താക്കി? അടിത്തറ പാകി, ബേസ്.
വഖല്ലസ്തു തഫ്സീലഹു, അതിനെ തഫ്സീലാക്കൽ, അതിനെ വിശദീകരിക്കൽ എല്ലാം രക്ഷപ്പെടുത്തി ആക്കി കൊണ്ടുവന്നപ്പോൾ വൻതഹൈതു ഹസ്റഹു വ തഹ്സീലഹു, അത് എത്ര പേജ് വേണം, എത്ര ബാബ് വേണം, എത്ര ഫസ്ല് വേണം എന്നെല്ലാം എന്താക്കി ആക്കി വെച്ചപ്പം തർജംതുഹു, ഞാനതിന് പേര് കൊടുത്തു ബിശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞ ആ പേരാന്ന് കൊടുത്തു. ഷിഫ എന്ന് പേര് കൊടുത്തിരിക്കുന്നു. ഇനി വഹസറത്തുൽ കലാമ ഫീഹി ഫീ അർബഅ അഖ്സാമിൻ അർബഅ, 4 കിസ്മാക്കിയിരിക്കുകയാണ്. 4 കിസ്മനെ ഇനി ഓഹരി വെക്കുക. 4 കിസ്മ എന്താ? അൽ ഖിസ്മുൽ അവ്വലു, ഒന്നാമത്തെ കിസ്മ് ഫീ തഅലീമിൽ അലിയിൽ അലാ ജല്ല ജലാലുഹു വ സുബ്ഹാനഹു വ തആല, തങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട് ഖദ്രി ഹാദൻ നബിയിൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ഖദറിനെ ഖൗലൻ വ ഫിഅലൻ. അപ്പം അല്ലാഹു തആല ബഹുമാനിച്ച കാര്യങ്ങൾ അതാണ് തുടങ്ങേണ്ടത്. വ തവജ്ജഹൽ കലാമു ഫീഹി ഫീ അർബഅത്തി അബ്വാബിൻ, ഒന്നാം കിസ്മിൽ 4 ബാബുണ്ട്. കണ്ടോ? അൽ ബാബുൽ അവ്വലു ഫീ സനാഇഹി അലൈഹി, തങ്ങളെ സനാഹിച്ച. അപ്പം ആദ്യത്തെ കിസ്മിൻ്റെ പട്ടികയിൽ നിന്ന് പുറത്തു പോകില്ല. ഇദ്ഹാരിഹി അലീമ ഖദ്രിഹി ലദൈഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ തങ്ങൾക്ക് എത്രമാത്രം ഉന്നതമായ ഖദ്റുണ്ട് എന്ന് ഒളിവാക്കും. വഫീഹി അശറത്ത് ഫുസൂലിൻ, അതിൽ 10 ഫസലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കിസ്മിൽ 4 ബാബുണ്ട്, ഒന്നാം ബാബിൽ 10 ഫസലുണ്ട്. നല്ലൊരു തർത്തീബാണ്. അൽ ബാബുസ്ഥാനി, ഇതിൻ്റെ ഒന്നാം കിസ്മ അതവിടെ തന്നെ നിൽക്ക്. ഒന്നാം കിസ്മിൽ 4 ബാബിൽ ഒന്നാം ബാബ് കഴിഞ്ഞു, അതിൻ്റെ ഉള്ളടക്കം പറഞ്ഞു 10 ഫസലി. ഇനി രണ്ടാമത്തെ ബാബ് ഇത് കിസ്മുൽ അവ്വലിൽ രണ്ടാമത്തെ ബാബ് ഫീ തക്മീലിഹി ജല്ല വ തആല സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല ഇക്മാലാക്കിയിട്ടുണ്ട് ലഹുൽ, തങ്ങൾക്ക് അൽ മഹാസിന ഖൽഖൻ വ ഖുലുഖൻ, സ്വഭാവങ്ങളുടെ മഹാസിനും സൃഷ്ടിപ്പിൻ്റെ മഹാസിനും. വ ഖിറാനിഹി ജമീഅൽ ഫളാഇലി ദീനിയത്തി വ ദുന്യവിയത്തി, ദീനിയും ദുന്യയുമായ എന്തെല്ലാം ഫളാലുകൾ ചേർത്ത് വാങ്ങണോ അതെല്ലാം ഉണ്ട്. അതായത് സെക്കൻഡ് ഒന്നിൻ്റെ പിറകെ ഒന്നായി കൊണ്ടുണ്ട്, തർത്തീബായിക്കൊണ്ട്. അതിന് ഫീഹി സബ്അത്തും വ ഇശ്റൂന ഫസ്ലൻ, 27 ഫസലുണ്ട്. കേട്ടോ? അപ്പം എത്ര ഫസൽ പഠിച്ച്? എണ്ണിക്കോ. അൽ ബാബ് സാലിസു, ഒന്നാം കിസ്മിലെ 3ാമത്തെ ബാബ് ഫീമാ വറദ മിൻ സഹീഹിൽ അഖ്ബാർ, സഹീഹായ ഹദീസുകളാലും വ മശ്ഹൂരിഹ, മശ്ഹൂറായ ഹദീസുകളാലും ഉള്ള വാരിദന്താ ബി അലീമി ഖദ്രിഹി ഇൻദ റബ്ബിഹി വ മൻസിലതിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ തങ്ങൾക്ക് എത്രത്തോളം മൻസിലയുണ്ട് എന്നറിയിക്കുന്ന ഹദീസുകളെ തെളിവായിട്ട് പറയലാണ്. വമാ ഖസ്സഹു ബിഹി ഫിദ്ദാറൈനി മിൻ കറാമതിഹി, തങ്ങളുടെ കറാമാത്തിനാൽ ആദരവിനാലേ ഇരു വീട്ടിലും അല്ലാഹു തആല തഖ്സീസാക്കിയ കാര്യങ്ങളും പറയലാണ്. വഫീഹി 12 ഫസ്ലൻ, അതിൽ 12 ഫസ്ലുണ്ട്. അൽ ബാബുർ റാബിഉ, 4ാമത്തെ ബാബ് ഫീമാ അൽഹറഹു അല്ലാഹു തആല അലാ യദൈഹി മിനൽ ആയാതി വൽ മുഅ്ജിസാത്ത്, തങ്ങൾ മുഖേന ഓരോ ആയാത്തുകളും മുഅ്ജിസാത്തും അല്ലാഹു തആല വെളിപ്പെടുത്തിയിട്ടുണ്ട്. വശറഫഹു ബിഹി മിനൽ ഖസായിസ് വൽ കറാമാത്തിനാലും അല്ലാഹു തആല ആദരിച്ചതും അതിൻ്റെ ചരിത്രങ്ങൾ പറയലാണ്. വഫീഹി 30 ഫസ്ലൻ, അതിൽ 30 ഫസ്ലുണ്ട് എന്നായി. അപ്പോൾ ഫസ്ൽ എത്ര കിട്ടി? അതിൽ ചിലത്തിൽ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, അത് ആരെയില്ല, ഒന്നിലും പെട്ടുപോയതാന്നാണ് പറയുന്നത്. അത്രയുള്ള ഇന്ന് എത്രാന്ന് വരണ്ടെന്നാണ് പറയുന്നത്. സബ്ജക്റ്റ് മുഴുവനും ഉണ്ടാവും. അപ്പോൾ ഒന്നാം കിസ്മിൽ 4 ബാബുണ്ട്, 4 ബാബും കൂടി 79 പെണ്ണിയത് 79 ഫസലുണ്ട്. പിന്നെ അൽ ഖിസ്മുസ്ഥാനി, 2ാമത്തെ കിസ്മ് 4അല്ലേ ആദ്യം പറഞ്ഞ് ഫീമാ യജിബു അലൽ അനാമി, ഇപ്പം അള്ളാഹു തങ്ങളുമായിട്ട് ഇപ്പം കഴിച്ചു കൂട്ടിയത്. ഇനി പടപ്പുകളെ മേലിൽ വാജിബായ കാര്യം മിൻ ഹുഖൂഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ഹക്കിനാൽ. അതിനെത്രയുണ്ട്? വയത്തറത്തബുൽ ഖൗലു ഫീഹി ഫീ അർബഅത്തി അബ്വാബിൻ, അവിടെയുണ്ട് 4 ബാബ്. അർബഅത്ത്. പിന്നെ അൽ ബാബുൽ അവ്വലു ഫീ ഫർളിൽ ഈമാനി ബിഹി, തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. വവുജൂബി ത്വാഅത്തിഹി, തങ്ങളെ ത്വാഅത്ത് വെളിപ്പെടൽ വാജിബാണ്. വത്തിബാഇ സുന്നത്തിഹി, തങ്ങൾ ഇത്തിബാഅ് വേണം.
വഫീഹി ഖംസത്തു ഫുസൂലിൻ, അതിൽ 5 ഫസലുകൾ ഉണ്ടാകും. അൽ ബാബുസ്ഥാനി, 4 ബാബ്, അതായത് കിസ്മുസ്ഥാനിയുടെ 2ാമത്തെ ബാബ്. ഫീ ലുസൂമി മഹബ്ബത്തിഹി വ മുനാസഹത്തിഹി, തങ്ങളുടെ മഹബത്ത് വെക്കണം, തങ്ങളോട് വളരെ നുസുഹോടുകൂടി കൈകാര്യം ചെയ്യണം. വഫീഹി സിത്തത്തു ഫുസൂലിൻ, അതിൽ 6 ഫസലുകൾ ഉണ്ടാകും. അൽ ബാബുസ്സാലിസു ഫീ തഅലീമി ഹംദിഹി വ ലുസൂമി തൗഖീരിഹി വ ബിർരിഹി, തങ്ങളോട് ബിർറുണ്ടാവണം, അതുപോലെ തങ്ങൾ ആദരിക്കണം, ഇത് അവരുടെ കൽപ്പനയ്ക്ക് ആദരവ് കൊടുക്കണം എന്നതിൽ. വഫീഹി സബ്അത്തു ഫുസൂലിൻ, അതിൽ 7 ഫസലുകളുണ്ടാകും. അൽ ബാബുർ റാബിഉ ഫീ ഹുക്മി സ്വലാത്തി അലൈഹി വത്തസ്ലീം, തങ്ങൾക്ക് സലാത്തും സലാമും ചൊല്ലുന്നതിനെ പറ്റി പറയലാണ്. വ ഫർളി ദാലിക, അത് ഫർളാണെന്നും പറയും. വ ഫളീലത്തിഹി, സലാത്തിൻ്റെ ഫളീലത്തും പറയും. വഫീ ഹശറത്ത് ഫുസൂലിൻ, അതിൽ 10 ഫസലുണ്ട്. അവ 2ാം ഖിസ്മിൽ വീണ്ടും 4 ബാബുണ്ട്. എത്ര ഫസലായി? 28. ബാധത്തെയും കൂടെ കൂട്ടുമ്പോൾ 79, 28. അതുകൊണ്ട് എണ്ണം വെച്ചോ, നമുക്ക് മനപ്പാടം ഇല്ലെങ്കിൽ മൊബൈലിനോട് വന്ന് കൂട്ടിത്തരും എല്ലാം. നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് വെച്ചാലും ഉടനെ കാൽക്കുലേറ്റ് എടുക്കണം. 5. അൽ ഖിസ്മുസ്താലിസൂന്, 3ാമത്തെ ഖിസ്മ് എന്താണ്? ഫീമാ യസ്തഹീലു ഫീ ഹഖിഹി, തങ്ങളെ ഹക്കിൽ മുസ്തഹീലായ കാര്യം. അപ്പം ഇവിടെ ചില ഇസ്കാലാക്കി വാജിബ് എണ്ണുന്ന 4 സിദ്ഖ്, അമാനത്ത്, ഫതാനത്ത്. അന്നേരം പറഞ്ഞാൽ അത് വാജിബ് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടും മുസ്തഹീൽ പറഞ്ഞാൽ ലാസിബ് കൊണ്ട് തിരിയുന്നത് കൊണ്ടും ഇപ്പോൾ ഇഖ്തിസാറാക്കി എന്നാ പറയുന്നത്. അതാ വമാ യജൂസു അലൈഹി, ജായിസായ കാര്യവും. അപ്പം എന്തായി? മാ യസ്തഹീലൂന്ന് നസായി പറഞ്ഞപ്പോൾ മാ യജിബ് എന്തായി? ലാസിബ് കൊണ്ടിറങ്ങി. അപ്പം 2 ഇനം വന്ന് 4 വമാ യജൂസു അലൈഹി. ഇനി മറ്റൊന്നെന്താണ്? വമാ യംതനിഉ വയസ്തിഹു മിനൽ ഉമൂരിൽ ബശരിയ്യത്തി അൻ യുദാഫ ഇലൈഹി, ബശരിയായ കാര്യങ്ങൾ, അത് മനുഷ്യ സഹജമായ കാര്യങ്ങൾ, തങ്ങൾക്ക് എന്തെല്ലാം മുടക്കമുണ്ട്, എന്തെല്ലാം പറയാം, അത് മറ്റു വിഷയമല്ല. അത് അൻ യുദാഫ ഇലൈഹി, തങ്ങളെ കൊണ്ട് ചേർത്ത് പറയാൻ പറ്റുന്നത്, ചേർക്കപ്പെടാൻ പാടില്ലാത്തതും. എന്നിട്ട് പറഞ്ഞു ഈ 3ാമത്തെ ഖിസ്മിന് വലിയ പ്രാധാന്യം ഉണ്ടെന്നാ പറയും. എന്താന്ന്? വഹാദൽ ഖിസ്മു, ഈ 3ാമത്തെ ഖിസ്മുണ്ടല്ലോ, അത് അക്രമല്ലാഹു, അക്രമക്കല്ലാഹ്, അല്ലാഹു തആല നിന്നെ ബഹുമാനിക്കട്ടെ. ഹുവ സിർറുൽ കിതാബ്, കിതാബിൻ്റെ സിർ അവിടെയാണ് കിടക്കുന്നത്. 3ാമത്തെ വലുബാബു സമറത്തി ഹാദിഹിൽ അബ്വാബ്, മുമ്പ് കഴിഞ്ഞ എത്ര ബാബ് കഴിഞ്ഞ്? അല്ല, 2 ബാബല്ലല്ലോ, 8 ബാബ്. അതിൻ്റെ സമറത്തിൻ്റെ കഴമ്പാന്നത്. വമാ കബിലഹു, അതിൻ്റെ മുമ്പ് പറഞ്ഞതൊക്കെ, അതായത് 1ാം ഖിസ്മിലും 2ാം ഖിസ്മിലും പറഞ്ഞ ബാബും ഫുസൂലുകളും ലഹു കൽ ഖവാഇദി, ഈ 3ാം ഖിസ്മിൻ്റെ അടിത്തറയാണ്. തംഹീദാത്ത്, അതിൻ്റെ കുയ്യാട്ടക്കല്ലും തറയിലുണ്ടല്ലോ, അതാണ്. വദ്ദലാഇലി അലാ മാ നൂരിദുഹു ഫീഹി മിനൻ നുകതി വൽ മുഖത്തിൽ ബയ്യിനാത്ത്, വളരെ വ്യക്തമായ പോയിന്റ്സുകളാണ് നാം അവതരിപ്പിക്കുന്നതിന് ദലീലുകൾ വന്നു. വഹുവൽ ഹാക്കിമു അലാ മാ ബഅദഹു, ഈ 3ാമത്തെ ഖിസ്മാണ് മറ്റുള്ള ശേഷം വരാൻ പോകുന്ന 4ാം ഖിസ്മിൻ്റെ ഹാക്കിം. കേട്ടാ? വൽ മുൻജിസു മിൻ ഗറളി ഹാദാ തഅലീഫി, ഈ തഅലീഫിനാൽ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടല്ലോ, തങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാം പറയുന്നല്ലേ, അത് ആ വാഗ്ദാനം അതുകൊണ്ട് പൂർത്തിയാവുകയും ചെയ്യും. വൈന്ദ തഖസ്സി ലിമൗഇദതിഹി, അതിൻ്റെ ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒന്നിലേക്ക് നമ്മെന്താക്കി പരമാവധി എത്തിച്ചേർന്ന്. വത്തഫസ്സി അൻ ഉഹദതിഹി, അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മെന്താക്കി പിന്മാറി, കാര്യം നിർവഹിച്ചിട്ട്. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? യശ്റഖു സദറുൽ അദുബ്ബിൽ ലഈൻ, അദുബ്ബുൽ ലഈനുമായ യഹൂദി നസാറാക്കൾ, മുതകബ്ബിറുൻ ജബ്ബാർ, എന്ന് പറഞ്ഞാൽ യുക്തിയില്ലാത്ത യുക്തിവാദി എന്ന് തുടങ്ങിയിട്ട് എന്തെല്ലാം ഉണ്ട്. അദുബ് ആമ്മം, ഒരു ലഈനായ ഒരു പ്രത്യേക അദുബിനല്ല, ജിൻസ് മൊത്തത്തിന് ശാമിലാക്കിയെന്നാണ്. അപ്പം ലഈൻ എന്തല്ല, കൈതല്ല, ലേനത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും. അദുബിൻ്റെ കൽബെന്താവുന്നറിയോ? വെള്ളം വെച്ചിപ്പോയി, തൊണ്ട വരണ്ട് പോയി. ശരീക്ക യശ്റഖു, അതാത്ത മുജാനസത്ത് കണ്ടില്ലേ? ശരീക്ക യശ്റഖു എന്നാണത്.
എന്നുവെച്ചാൽ മരിക്കാൻ കിടക്കുന്ന ആള് ബായിന് വെള്ളയില്ലാണ്ട് തുപ്പിയാൽ കിട്ടാത്ത അവസ്ഥ വരും. ഇതെല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ മുത്തക്കബിറും ജബ്ബാറും അതുബിന് എന്ത് ഇങ്ങോട്ടൊന്നും പറയാനുണ്ടാവില്ല. പിന്നെ മുആനദയും മുക്കാബറയേ ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെ അതൊരു ഭാഗം. കണ്ട യശ്റഖു വേറെ, യുശ്രിഖു വേറെ. ഖൽബുൽ മുഅ്മിനി, മുഅ്മിനിന്റെ കൽബ് എന്താകും? പ്രകാശപൂരിതമാകും ബിൽ യഖീൻ കൊണ്ട്. രണ്ട് നേട്ടമുണ്ട്. വതംലഉ അൻവാറുഹു ജവാനിഹ സദ്രിഹി, ഈ മുഅ്മിനായ മനുഷ്യന്റെ സദ്റിന്റെ എല്ലാ ഭാഗങ്ങളിലും അൻവാർ കൊണ്ട് നിറക്കും. കണ്ടാ? വയഖ്ദുറുൽ ആഖിലു, ആഖിൽ എന്താക്കും? കണക്കാക്കും. അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദറിനെ എന്താക്കും? കണക്കാക്കലുണ്ടല്ല. ഹഖ ഖദരി, കണക്കാക്കേണ്ട വിധം കണക്കാക്കും. സാധാരണ മനുഷ്യനൊന്നും പറയാൻ നിൽക്കൂല. കണ്ടാ? ഇനി ഈ മൂന്നാം കിസ്മിനെ പറ്റി ഇനി പറയുന്നത്, അതിന്റെ കുറെ മഹത്വം പറഞ്ഞു. ഇതാണ് കാതലായ വശം. വയത്തഹദ്ദറുൽ കലാമു ഫീഹി, മൂന്നാം കിസ്മിൽ എന്തുണ്ട്? ഫീ ബാബെ, രണ്ട് ബാബേ ഉള്ളൂ. മറ്റുള്ളതിനൊക്കെ നാല് ബാബില്ലേ? അൽ ബാബുൽ അവ്വലു യഖ്തസ്സു ബിൽ ഉമൂരി ദീനിയത്തി, കണ്ടാ? ദീനിയായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. വയതശബ്ബറു ബിഹിൽ ഖൗലു ഫിൽ ഇസ്മത്തി, കണ്ടാ? അതിനെന്ത് പറയും? ഇസ്മത്തിനെ കുറിച്ച് കൂടുതൽ നല്ല കൊണ്ട് പറയും. കാരണം ഇസ്മത്തില്ലെങ്കിൽ പിന്നെ വിശ്വസിക്കാൻ പറ്റാണ്ടായില്ല. വഫീഹി സിത്തത്തു അശറ ഫസ്ലൻ, അതിൽ 16 ഫസലുണ്ടാകും. അൽ ബാബ് താനി, മൂന്നാം കിസ്മിന്റെ രണ്ടാമത്തെ ബാബ് ഫി അഹ്വാലിഹി ദുന്യവിയത്തി, ദുന്യവിയായ കാര്യമാണ്. ഇനി വമാ യജൂസു തുറുബുഹു അലൈഹി, തങ്ങൾക്ക് എന്തെല്ലാം ബാധിക്കാം, അതായത് പനി ബാധിക്കല്, അതുപോലെ ഏറ് കൊണ്ടപ്പോൾ മുറിവ് പറ്റല്, അങ്ങനെ, അതുപോലെ വിശപ്പ്, ദാഹം, സന്തോഷത്തിൽ എന്താകും? ചിലപ്പോൾ ചിരിച്ചെന്ന് വരും, ചിലപ്പോൾ എന്താകും? കരഞ്ഞെന്ന് വരും. അതൊക്കെയാണ് തുറവ് പുതുതായി. മിനൽ അഅറാദിൽ ബശരിയ്യ, മനുഷ്യ സഹജമായ അഅറാദിനാല്. വഫീഹി തിസ്അത്തു ഫുസൂലിൻ, അതിൽ 9 ഫസലുകളാണുള്ള. 16 9 25 ഫസലായി. അൽ ഖിസ്മുർ റാബിഉ, നാലാമത്തെ ഖിസ്മ് ഫീ തസറുഫി വുജൂഹിൽ അഹ്കാം, അഹ്കാമിൻ്റെ വുജൂഹുകൾ, വിധികൾ നടപ്പിലാക്കലാണ്. ആരെ? അലാമൻ തനക്കസഹു, തങ്ങളെ കുറവാക്കി കണ്ട വ്യക്തിക്ക് എന്ത് ശിക്ഷ സമുദായം കൊടുക്കും? ഔ സബ്ബഹു, അല്ലെങ്കിൽ തങ്ങളെ ചീത്ത പറഞ്ഞ്, ചീത്ത എന്ന് പറഞ്ഞാൽ അങ്ങാടി ചീത്ത തന്നെ വേണമെന്നില്ല എന്നാണ്. നിങ്ങളെന്ന് വിളിക്കേണ്ട ആളെ നീ എന്ന് വിളിച്ചാൽ എന്താകും? ചീത്തയായി. അലൈഹിസ്സലാത്തു വത്തസ്ലീം. അപ്പം നാലാം കിസ്മിൽ രണ്ട് ബാബ്. വയങ്കസിമുൽ കലാമു ഫീഹി മിൻ ബാബൈൻ, രണ്ട് ബാബിലാണ് അത് വരിക. അൽ ബാബുൽ അവ്വലു, ഒന്നാമത്തെ ബാബ്. ഇതിലെ നാലാം കിസ്മിലെ ഒന്നാമത്തെ ബാബ് ഫീ ബയാനി മാ ഹുവ ഫീ ഹഖ്ഹിഹി സബ്ബും വ നഖ്സുൻ, തങ്ങളെ ഹക്കിലേക്ക് ചേർത്തിട്ട് സബ്ബ് നഖ്സ് എന്ന് പറഞ്ഞത് എന്താണ്? അങ്ങാടിയിൽ എന്തല്ലോ ചില പ്രത്യേക ഭാഷകളുണ്ടല്ലോ, അതന്നെ ആകണമെന്നില്ല. അതിൽ അമിൻ തഹരീലിൻ, ഒന്നിക്ക് സൂചനാരൂപത്തിൽ പറഞ്ഞു, ഔ നസ്ൻ, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ്. വഫീഹി അശറത്ത് ഫുസൂലിൻ, അതിൽ 10 ഫസലുകളാണുള്ളത്. അൽ ബാബ് സ്ഥാനി, രണ്ടാമത്തെ ബാബ്. ഇത് നാലാം കിസ്മിലുള്ള രണ്ടാമത്തെ ബാബ്. ഫീ ഹുക്മി ശാലിഇഹി വ മുഅ്ദിഹി വ മുതനഖിസിഹി വ ഉഖൂബതിഹി, തങ്ങളെ ശത്രു, അതുപോലെ തങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ആള്, തങ്ങളുടെ സ്ഥാനം കുറച്ചു കാണുന്ന ആള്, അവനിക്കെല്ലാം കൊടുക്കേണ്ടുന്ന ഹുക്കുമും അവൻ്റെ ഉഖൂബത്തും എന്താണ്? വദക്കിരി സിതാബത്തിഹി, അവനെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കുന്നതിൻ്റെ വിഷയം പറയും. വസ്സലാത്തി അലൈഹി, അവൻ എന്താക്കും? തൗബ ചെയ്തിട്ടില്ലെങ്കിൽ നിക്കിരിക്കണോ വേണ്ടയോ? ഇത് തങ്ങൾക്ക് സലാത്തല്ലല്ല, നിക്കിരിക്കണോ അല്ലെങ്കിൽ ഖബർ കൊടുക്കണമോ? വവിറാസത്തിഹി, അവൻ മരിച്ചു പോയാൽ അനന്തരം കിട്ടുമോ ഇല്ലയോ? വഫീഹി ഖംസത്തു ഫുസൂലിൻ, അത് 5 ഫസലുകളാണുള്ളത്. അശറത്ത് എന്ന് ഒരു വാറ്റ്, അത് അശറത്ത് ഫുസൂലിന് അടി കൊടുത്തിട്ടതാ. അതാണ് ഞാൻ പറഞ്ഞത്. ഫസൽ എണ്ണുന്നതിൽ സാലിഹ്യങ്ങൾ വളരെ ഇഖ്തിലാഫ് വന്നിട്ടുണ്ട്. ഇനി അതോടൊപ്പം എന്ത് തീർന്നു? വഖതംനാഹു ബിബാബിൻ സാലിസിൻ, ഒരു മൂന്നാമത്തെ ബാബ് കൊണ്ട് സമാപനം കുറിച്ചു. ജഅൽനാഹു, ആ മൂന്നാമത്തെ ബാബാക്കി തക്മിലതൻ ലിഹാദിഹിൽ മസ്അല, ഈ പറയപ്പെട്ട എല്ലാ മസ്അലകളുടെയും ഒരു പൂർത്തീകരണമായി.
വവുസലത്തൽ ലിൽ ബാബൈനിൽ ലദൈനി ഖബലഹു, അതിൻ്റെ മുമ്പ് കഴിഞ്ഞ രണ്ട് ബാബിനുമായി കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ്. എന്തിന്? ഫീ ഹുക്മി മൻ സബ്ബല്ലാഹ വറുസുലഹു, അള്ളാഹിനെ ചീത്ത പറഞ്ഞാൽ എന്താണ്, വറുസുൽ മുർസലീങ്ങളെ ചീത്ത പറഞ്ഞാൽ എന്താണ്, മലായിക്കത്തിനെ പറഞ്ഞാൽ എന്താണ്, കുത്തുബിനെ പറഞ്ഞാൽ എന്താണ്. അപ്പം തങ്ങളെ നാത്തല്ലത്, തങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ആലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലിനെ കുറവാക്കിയാൽ എന്താണ്, വസഹബഹു അസ്ഹാബിമാരെ കുറവാക്കി പറഞ്ഞാൽ എന്താണ് എന്നൊരു തക്കിമിലെത്താണ്. ഇത് അതിന് മുമ്പ് 1ഉം 2ഉം ബാബ് അതാണല്ലോ തങ്ങളെ ഭാഗത്ത്. അപ്പം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയം വന്നു. ഇനി വഖ്തുസിറൽ കലാമു ഫീഹി ഫീ അശറത്തി ഫുസൂലിൻ, അവിടെ 10 ഫസിൽ അല ഖംസത്ത്, അത് മൊത്തം എണ്ണയല്ല ശരിയാവും. എണ്ണുമ്പോൾ ഒന്നപ്പുറം പെട്ടു ഒന്നിപ്പുറം പെട്ടു, അതൊന്നും ഒരു ആഹത വേണ്ട. വബിതമാമിഹ, അതും കൂടി പൂർത്തിയായാൽ യതനജ്ജസുൽ കിതാബു, കിതാബ് എന്തായി എല്ലാം സമ്പൂർണ്ണമായി സമാപിച്ചു. വതതിമുൽ അഖ്സാമു വൽ അബ്വാബ്, 4 കിസ്മും പൂർത്തിയാകും, അതിനെ പറ്റിയ ബാബുകളും പൂർത്തിയാകും. ഫസൽ എന്താക്കി ഇപ്പുറം പറഞ്ഞ അപ്പുറം, അപ്പുറം പറഞ്ഞ് ഇപ്പുറം ഉണ്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോയതാണ്. വജലൂഹു ഫീ ഖുർറത്തിൽ ഈമാൻ, ഈമാനിൻ്റെ നെറ്റിക്ക് എന്താക്കും, ലുംഅത്തും മുനിറ, പ്രകാശിക്കുന്ന ഒരു പ്രകാശം അടയാളം അതിന് വന്നിട്ടുണ്ട്. അപ്പം ഖുർറത്ത് എന്ന് പറഞ്ഞാൽ നെറ്റ്, കുതിരൻ്റെ നെറ്റിയില്ലേ, എന്നാൽ ഖുർറത്ത് എന്ന് പറയാം. അപ്പോൾ ആ പുള്ളി ലുംഅത്തും മുനീറത്ത് വന്ന മുന്തിയ കുതിരയിരിക്കും. അപ്പോൾ ഈമാനിനെ എന്താക്കിയെന്നറിയോ, ഒരു കുതിരയോട് തശ്ബീഹാക്കിയിട്ട് ആ കുതിരക്കുണ്ടാകുന്ന മഹത്വം കുറിക്കുന്ന ലംഹത്ത് ഈമാനാകുന്ന കുതിരക്കുണ്ടായില്ല. തർജുമകളുടെ കിരീടത്തിൽ എന്തായെന്നറിയോ, നല്ലൊരു മുത്ത് പതിച്ചിരിക്കുന്നു, വില പിടിച്ചൊരു മുത്ത്. എല്ലാ ആശയക്കുഴപ്പങ്ങളെയും അത് ദൂരീകരിച്ചും, ഊഹിച്ച് പറയുന്നത് പലതുണ്ടാവുമല്ലോ, അതെല്ലാം ഇങ്ങോട്ട് പോയി. മുഅ്മിനീങ്ങളെ കൽബ് ശിഫയാക്കി തരും. ഹക്കിനെ എന്താക്കും, വെട്ടി തുറന്ന് പറയും. അനിൽ ജാഹിലീങ്ങളെ നാം അവഗണിച്ച് തള്ളും. وبالله تعالى أستعين، لا إله إلا هو الملك الحق المبين، سيدنا محمد رسول الله الصادق الوعد الأمين.